അതില് നമ്മള് സ്കെലിറ്റൽ സിസ്റ്റം ആണ് ഇനി പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ മസ്കുലാർ സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന പോർഷനിലോട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ ടൈപ്സ് ഓഫ് മൂവ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ടൈപ്സ് ഓഫ് മസിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതില് സ്കെലിറ്റൽ മസിൽസിന്റെ സ്ട്രക്ചേഴ്സ് പറഞ്ഞു. സ്കെലിറ്റൽ മസിൽസിനകത്ത് മസിൽ ബണ്ടിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു മസിൽ ബണ്ടിൽ എടുത്താൽ അതിനകത്ത് മസിൽ ഫൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു മസിൽ ഫൈബർ എടുത്താൽ അതിനകത്ത് മയോ ഫൈബ്രിൽസ് ഓർ മയോ ഫിലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു മയോ ഫിലമെന്റ് പരിശോധിച്ചാൽ അതിനകത്ത് രണ്ട് ടൈപ്പ് പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ആക്റ്റിൻ, മയോസിൻ. പിന്നെ നമ്മൾ മയോസിന്റെ സ്ട്രക്ചർ പഠിച്ചു, ആക്റ്റിന്റെ സ്ട്രക്ചർ പഠിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ന് നമുക്കിനി അടുത്ത് പഠിക്കേണ്ടത് മസ്കുലാർ സിസ്റ്റത്തിലെ ഒരു 3 കാര്യങ്ങൾ പഠിക്കണം. അതിലൊന്ന് ടൈപ്സ് ഓഫ് മസിൽ ഫൈബർ. നമ്മൾ പഠിച്ചതാണ് മസിൽ മെയ്ഡപ്പ് ഓഫ് മെനി മസിൽ ബണ്ടിൽസ്, എ സിംഗിൾ മസിൽ ബണ്ടിൽ മെയ്ഡപ്പ് ഓഫ് മെനി മസിൽ ഫൈബേഴ്സ്. ഈ മസിൽ ഫൈബേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതിലൊന്ന് റെഡ് മസിൽ ഫൈബർ, ഇനി ഒന്ന് വൈറ്റ് മസിൽ ഫൈബർ. ഇപ്പൊ നമ്മുടെ മസിൽ ബണ്ടിൽ മെയ്ഡപ്പ് ഓഫ് മെനി മസിൽ ഫൈബേഴ്സ്. ഈ മസിൽ ഫൈബേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതിന്റെ കളർ അനുസരിച്ച്, മസിൽ ഫൈബറിന്റെ കളർ അനുസരിച്ച് മസിൽ ഫൈബറിനെ രണ്ട് ടൈപ്പായിട്ട് പറയാം. അതിലൊന്ന് റെഡ് മസിൽ ഫൈബറും ഇനി ഒന്ന് വൈറ്റ് മസിൽ ഫൈബർ. അപ്പോ മസിൽ ബണ്ടിൽ കണ്ടെയ്ൻ മെനി മസിൽ ഫൈബേഴ്സ്. ഈ മസിൽ ഫൈബേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. മസിൽ ഫൈബേഴ്സ് രണ്ട് ടൈപ്പാണ്. മസിൽ ഫൈബേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതിന്റെ കളർ അനുസരിച്ച് മസിൽ ഫൈബറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലൊന്ന് റെഡ് മസിൽ ഫൈബറും ഇനി ഒന്ന് വൈറ്റ് മസിൽ ഫൈബറും. റെഡ് മസിൽ ഫൈബറും വൈറ്റ് മസിൽ ഫൈബർ. ഒന്നുകൂടെ മസിൽ ഫൈബർ. A muscle is made up of many muscle bundles. A single muscle bundle is made up of many muscle fibers. The muscle fiber, based on their color, can be divided into two types: white muscle fiber and red muscle fiber. അതിൽ ആദ്യം നമുക്ക് റെഡ് മസിൽ ഫൈബർ എന്താണെന്ന് പറയാം. പേര് പോലെ തന്നെ റെഡ് മസിൽ ഫൈബർ എന്ന് പറയുമ്പോൾ അത് റെഡ് കളറാണ്. റെഡ് മസിൽ ഫൈബർ എന്ന് പറയുന്നത് റെഡ് കളേർഡ് ആയിട്ടുള്ള മസിൽ ഫൈബർ ആണ്. റെഡ് കളേർഡ് ആയിട്ടുള്ള മസിൽ ഫൈബർ ആണ് റെഡ് മസിൽ ഫൈബർ. റെഡ് കളേർഡ് ആയിട്ടുള്ള മസിൽ ഫൈബർ ആണ് റെഡ് മസിൽ ഫൈബർ. അപ്പോൾ റെഡ് മസിൽ ഫൈബർ എന്ന് പറയുമ്പോൾ റെഡ് കളേർഡ് ആയിട്ടുള്ള മസിൽ ഫൈബർ ആണ്. ഇനി ഇതിന്റെ റെഡ് കളറിന്റെ കാരണം, അപ്പോ റെഡ് മസിൽ ഫൈബർ എന്ന് പറയുമ്പോൾ മസിൽ ഫൈബറിന്റെ കളർ റെഡ് കളറാണ്. ഇതിന്റെ റെഡ് കളറിന്റെ കാരണം ഒരു പിഗ്മെന്റ് ആണ്. ആ പിഗ്മെന്റിന്റെ പേര് മയോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ പോലത്തെ ഒരു പിഗ്മെന്റ് ആണ് മയോഗ്ലോബിൻ. ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അതേപോലെ മസിലിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്ലോബിൻ ആണ് മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ മസിൽ ഫൈബറിന് റെഡ് കളർ കൊടുക്കും. അപ്പോ റെഡ് മസിൽ ഫൈബർ. അപ്പോ റെഡ് മസിൽ ഫൈബർ എന്ന് പറയുമ്പോൾ മസിൽ ഫൈബറിന്റെ കളർ റെഡ് കളറാണ്. റെഡ് കളറിന് കാരണം അതിന് റെഡ് കളർ കൊടുക്കുന്നത് മയോഗ്ലോബിൻ എന്ന പിഗ്മെന്റ് ആണ്. അപ്പോ റെഡ് മസിൽ ഫൈബറിനകത്ത് ഇഷ്ടംപോലെ മയോഗ്ലോബിൻ ഉണ്ട്. മയോഗ്ലോബിനാണ് ഇതിന് റെഡ് കളർ കൊടുക്കുന്നത്. ഹീമോഗ്ലോബിൻ ഇഷ്ടംപോലെ ഓക്സിജനെ ക്യാരി ചെയ്യും. അതേപോലെ തന്നെയാണ് മയോഗ്ലോബിൻ. ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജനെയാണ് മയോഗ്ലോബിൻ അബ്സോർബ് ചെയ്യുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജനെ മയോഗ്ലോബിൻ പിടിച്ചെടുക്കും. മയോഗ്ലോബിന്റെ പ്രത്യേകത, മയോഗ്ലോബിൻ റെഡ് കളർ കൊടുക്കും, മസിൽ ഫൈബറിന് റെഡ് കളർ കൊടുക്കും. ഇനി ഇതേ മയോഗ്ലോബിന്റെ പ്രത്യേകതയാണ് മയോഗ്ലോബിൻ ഹീമോഗ്ലോബിനെ പോലെ ഇഷ്ടംപോലെ ഓക്സിജനെ വലിച്ചെടുക്കും. മയോഗ്ലോബിൻ ഹീമോഗ്ലോബിനെ പോലെ ഇഷ്ടംപോലെ ഓക്സിജനെ വലിച്ചെടുക്കും. അപ്പോ ഈ റെഡ് മസിൽ ഫൈബർ പരിശോധിച്ചാൽ
ഇഷ്ടം പോലെ ഓക്സിജൻ ഈ റെഡ് മസിൽ ഫൈബറിൽ കാണാൻ പറ്റും. റെഡ് മസിൽ ഫൈബറിൽ എപ്പോഴും ഓക്സിജന്റെ സാന്നിധ്യം കാണാൻ പറ്റും. കാരണം അത്രത്തോളം ഓക്സിജനെയാണ് മയോഗ്ലോബിൻ പിടിച്ചു വെക്കുന്നത്. അപ്പോ ഈ റെഡ് മസിൽ ഫൈബറിൽ ഇഷ്ടം പോലെ ഓക്സിജൻ ഉള്ളത് കൊണ്ട് ഈ റെഡ് മസിൽ ഫൈബർ കാണുന്ന മസിൽസിനെ നമ്മൾ എയറോബിക് മസിൽ എന്ന് വിളിക്കാറുണ്ട്. റെഡ് മസിൽ ഫൈബർ കാണുന്ന മസിൽസിനെ നമ്മൾ എയറോബിക് മസിൽ എന്ന് വിളിക്കാറുണ്ട്. എയറോബിക് മസിൽ എന്ന് പറയുന്നത് ആ മസിലിൽ ഇഷ്ടംപോലെ ഓക്സിജന്റെ സാന്നിധ്യം, ഒരുപാട് ഓക്സിജന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ആ മസിലിനെ നമ്മൾ എയറോബിക് മസിൽ എന്ന് വിളിക്കും. ഇഷ്ടംപോലെ ഓക്സിജന്റെ സാന്നിധ്യം വരാൻ കാരണം അതിനകത്ത് മയോഗ്ലോബിൻ ഉണ്ട്. ആ മയോഗ്ലോബിൻ ഒരുപാട് ഓക്സിജനെ ആ മസിലിലോട്ട് പിടിച്ചു നിർത്തും. അതുകൊണ്ട് എപ്പോഴും ഈ മസിൽസിന് ചുറ്റും ഓക്സിജൻ ഉണ്ടായിരിക്കും. ഓക്സിജന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് നമ്മൾ ഈ മസിൽസിനെ എയറോബിക് മസിൽസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഈ എയറോബിക് മസിൽസ്, അതായത് ഇപ്പൊ ഈ റെഡ് മസിലിന്റെ മറ്റൊരു പേരാണോ എയറോബിക് മസില്. എയറോബിക് മസിൽ എന്ന് വിളിക്കാൻ കാരണം ഈ മസിലിന് ചുറ്റും എപ്പോഴും ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ട്. ഒരുപാട് ഓക്സിജൻ ഉള്ളത് കൊണ്ട് ഈ ഓക്സിജനെ ഉപയോഗിച്ചുകൊണ്ട് ഇത് എനർജി ഉണ്ടാക്കും. ഓക്കെ, ഒരുപാട് ഓക്സിജൻ ഉള്ളത് കൊണ്ട് ഓക്സിജനെ ഉപയോഗിച്ചുകൊണ്ട് ഇത് എനർജി ഉണ്ടാക്കും. ആ പ്രോസസ്സിന്റെ പേരാണ് എയറോബിക് റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ. അത് ഓക്സിജന്റെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ അതിനെ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. അപ്പൊ റെസ്പിറേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. എയറോബിക് റെസ്പിറേഷനും അനേറോബിക് റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനർജി പ്രൊഡക്ഷൻ. ആണ്. റെസ്പിറേഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. എയറോബിക് റെസ്പിറേഷനും അനേറോബിക് റെസ്പിറേഷനും. എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്നതാണ് എയറോബിക് റെസ്പിറേഷൻ. എന്നാൽ ഗ്ലൂക്കോസിന്റെ ആബ്സെൻസിൽ ഓക്സിജന്റെ ആബ്സെൻസിൽ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്നത് അനേറോബിക് റെസ്പിറേഷൻ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയുന്നു. മസിൽ ഫൈബറിന്റെ കളറ് റെഡ് കളർ ആയിട്ടുള്ള മസിൽ ഫൈബറിനെ റെഡ് മസിൽ ഫൈബർ എന്ന് പറയും. ഇതിന്റെ റെഡ് കളറിന് കാരണം അതിനകത്ത് ഇഷ്ടംപോലെ മയോഗ്ലോബിൻ ഉണ്ട്. ഈ മസിൽ ഫൈബറിന് റെഡ് കളറിന് കാരണം അതിനകത്ത് ഇഷ്ടംപോലെ മയോഗ്ലോബിൻ ഉണ്ട്. ഈ മയോഗ്ലോബിൻ ലാർജ് എമൗണ്ട് ഓക്സിജനെയാണ് അതിൽ പിടിച്ചു വെക്കുന്നത്. അതുകൊണ്ട് ഈ റെഡ് മസിൽ ഫൈബറുള്ള മസിൽസിനെ എയറോബിക് മസിൽ എന്ന് വിളിക്കാറുണ്ട്. ഇനി ഈ എയറോബിക് മസിൽ എനർജി ഉണ്ടാക്കുന്നത് എയറോബിക് റെസ്പിറേഷൻ എന്ന പ്രോസസ്സിൽ കൂടെയാണ്. എയറോബിക് മസിൽ വർക്ക് ചെയ്യാൻ എനർജി വേണം. അതിന് എനർജി ഉണ്ടാക്കുന്നത് എയറോബിക് റെസ്പിറേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ്. എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മസിലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് എയറോബിക് റെസ്പിറേഷൻ. ഇനി അപ്പോ ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് ധാരാളം എനർജി ഉണ്ടാക്കണം. ഇഷ്ടംപോലെ ഓക്സിജൻ ഉള്ളത് കൊണ്ട് ധാരാളം എനർജി ഉണ്ടാക്കണം. ധാരാളം എനർജി ഉണ്ടാക്കണമെങ്കിൽ അത്രമാത്രം മൈറ്റോകോൺഡ്രിയ അതിനകത്ത് വേണം. ഓക്കെ, അപ്പോ ഒന്നുകൂടെ പറയുന്നു. റെഡ് മസിൽ ഫൈബർ. അപ്പൊ മസിൽ ഫൈബർ രണ്ട് ടൈപ്പ് ഉണ്ട്. റെഡ് മസിൽ ഫൈബറും വൈറ്റ് മസിൽ ഫൈബറും. റെഡ് മസിൽ ഫൈബർ കാണുന്ന മസിൽസിനെ നമ്മൾ സാധാരണ റെഡ് മസിൽ എന്ന് പറയും. റെഡ് മസിൽ എന്ന് പറഞ്ഞാൽ റെഡ് മസിൽ ഫൈബർ ഉള്ള മസിൽസിനെയാണ് റെഡ് മസിൽ എന്ന് പറയുന്നത്. അതിന്റെ കളർ റെഡ് ആകാൻ കാരണം അതിൽ ഇഷ്ടംപോലെ മയോഗ്ലോബിൻ ഉള്ളതുകൊണ്ടാണ്. മയോഗ്ലോബിനാണ് അതിന് റെഡ് കളർ കൊടുക്കുന്നത്. ഇനി ഈ മയോഗ്ലോബിന്റെ പ്രത്യേകത ഹീമോഗ്ലോബിനെ പോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജനെയാണ് ഇതിനകത്ത് പിടിച്ചു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റെഡ് മസിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ അടുത്ത് ഓക്സിജന്റെ സാന്നിധ്യമുണ്ട്. ഓക്സിജന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ മസിൽസിനെ എയറോബിക് മസിൽസ് എന്നാണ് പറയുന്നത്. ഈ മസിൽസിന് വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. അത് എനർജി എയറോബിക് മസിൽ ആയതുകൊണ്ട് അത് എനർജി ഉണ്ടാക്കുന്നത് എയറോബിക് റെസ്പിറേഷൻ എന്ന പ്രോസസ്സിൽ കൂടെയാണ്. എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്
മസിൽസിൽ കാണുന്ന ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്നതാണ് എയറോബിക് റെസ്പിറേഷൻ. ഇനി എയറോബിക് റെസ്പിറേഷനിൽ ഉണ്ടാകുന്ന എനർജിയുടെ എണ്ണം 38 ATP ആണ്. ഇഷ്ടംപോലെ എനർജി ഉണ്ടാവുക. അതാണ് എയറോബിക് റെസ്പിറേഷന്റെ പ്രത്യേകത. എയറോബിക് റെസ്പിറേഷൻ നടന്ന ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എനർജിയാണ് ഉണ്ടാകുന്നത്. 38 ATPയോളം ഉണ്ടാകും. അപ്പോ ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ട്. ധാരാളം എനർജി ഉണ്ടാക്കാം. ധാരാളം എനർജി ഉണ്ടാക്കണമെങ്കിൽ അത്രമാത്രം മൈറ്റോകോൺട്രിയ വേണം. എനർജി ഉണ്ടാക്കുന്ന സ്ഥലമാണ് മൈറ്റോകോൺട്രിയ. അപ്പൊ ഒരുപാട് എനർജി ഉണ്ടാക്കണമെങ്കിൽ അത്രമാത്രം മൈറ്റോകോൺട്രിയ വേണം. ഇനി ഇതിന്റെ പ്രത്യേകത സ്ലോ സസ്റ്റൈൻഡ് കോൺട്രാക്ഷൻ ആണ്. ഈ റെഡ് മസിൽസ് സ്ലോ സസ്റ്റൈൻഡ് കോൺട്രാക്ഷൻ ആണ്, സ്ലോ കോൺട്രാക്ഷൻ ആണ്. അപ്പൊ ഇതിനെ ഈ റെഡ് മസിലിനെ നമ്മൾ സ്ലോ കോൺട്രാക്ടിങ് മസിൽസ് എന്ന് പറയാറുണ്ട്. സ്ലോ കോൺട്രാക്ടിങ് മസിൽസ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതാണ് റെഡ് മസിൽ ഫൈബർ അല്ലെങ്കിൽ റെഡ് മസിലിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോ റെഡ് മസിൽ എന്ന് പറഞ്ഞാൽ റെഡ് മസിൽ ഫൈബർ ഉള്ള മസിലാണ് റെഡ് മസിൽ. ഇതിന്റെ റെഡ് കളറിന് കാരണം മയോഗ്ലോബിൻ എന്ന പിഗ്മെന്റ് ആണ്. മയോഗ്ലോബിൻ എന്ന പിഗ്മെന്റ് ഹീമോഗ്ലോബിനെ പോലെ തന്നെ ഇഷ്ടംപോലെ ഓക്സിജനെ പിടിച്ചു വെക്കും. അപ്പോൾ ഈ റെഡ് മസിൽസിൽ ധാരാളം ഓക്സിജനെ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ മസിൽസിനെ നമ്മൾ എയറോബിക് മസിൽ എന്ന് പറയാറുണ്ട്. എയറോബിക് മസിൽസ് വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. അത് എനർജി ഉണ്ടാക്കുന്നത് എയറോബിക് റെസ്പിറേഷൻ എന്ന പ്രോസസ്സിൽ കൂടെയാണ്. എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് മസിൽസിൽ കാണുന്ന ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് എയറോബിക് റെസ്പിറേഷൻ. ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്യും. കാരണം ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ടല്ലോ. അതുകൊണ്ട് മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് എയറോബിക് റെസ്പിറേഷൻ. ധാരാളം ATP, ഏതാണ്ട് 38 ATPയോളം എനർജി ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത സ്ലോ കോൺട്രാക്ഷൻ ആണ്, സസ്റ്റൈൻഡ് കോൺട്രാക്ഷൻ ആണ്. അതുകൊണ്ട് ഇതിനെ സ്ലോ കോൺട്രാക്ഷൻ മസിൽസ് എന്നും വിളിക്കാറുണ്ട്. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് വൈറ്റ് മസിൽ ഫൈബർ. വൈറ്റ് മസിൽ ഫൈബർ കാണുന്ന മസിൽസിനെ നമ്മൾ വൈറ്റ് മസിൽ എന്ന് പറയും. വൈറ്റ് മസിൽ ഫൈബർ കാണുന്ന മസിൽസിനെ നമ്മൾ വൈറ്റ് മസിൽ എന്ന് പറയും. അപ്പൊ ഇതിന് റെഡ് കളർ ഇല്ല, വൈറ്റ് കളറാണ്. റെഡ് കളർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം മയോഗ്ലോബിന്റെ അളവ് ഇതിനകത്ത് കുറവാണ്. മയോഗ്ലോബിന്റെ അളവ് വൈറ്റ് മസിൽസിൽ കുറവാണ്. മയോഗ്ലോബിൻ ആണല്ലോ റെഡ് കളർ കൊടുക്കുന്നത്. അപ്പൊ ഇതിന് വൈറ്റ് കളർ ആയതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, മയോഗ്ലോബിന്റെ അളവ് വളരെ വലിയ രീതിയിൽ കുറവാണ്. മയോഗ്ലോബിൻ കുറവാണെങ്കിൽ അത്രമാത്രം ഓക്സിജൻ ഒന്നും അവിടെ കാണത്തില്ല. അതുകൊണ്ട് ഓക്സിജന്റെ അളവ് ഈ വൈറ്റ് മസിൽസിൽ കുറവാണ്. വൈറ്റ് മസിൽസിൽ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഈ മസിൽസിനെ അനേറോബിക് മസിൽ എന്ന് പറയും. അനേറോബിക് മസിൽ എന്ന് പറയും. അനേറോബിക് മസിൽ എന്ന് പറയും. അപ്പൊ ഓക്സിജന്റെ അളവ് കുറവാണ്. സോ ഇതിനെ നമ്മൾ അനേറോബിക് മസിൽ എന്ന് പറയും. അനേറോബിക് മസിൽസിന് വർക്ക് ചെയ്യണമെങ്കിൽ അത് അനേറോബിക് റെസ്പിറേഷൻ ആണ്. അനേറോബിക് മസിൽസിന് വർക്ക് ചെയ്യണമെങ്കിൽ അനേറോബിക് റെസ്പിറേഷൻ ആണ്. അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ ആബ്സെൻസിൽ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്നതാണ് അനേറോബിക് റെസ്പിറേഷൻ. അതില് പക്ഷെ ഉണ്ടാകുന്ന എനർജി വളരെ ചെറിയ എമൗണ്ടേ ഉള്ളൂ, 2 ATP മാത്രമേ ഉള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഒന്നുകൂടി വൈറ്റ് മസിൽ ഫൈബർ കാണുന്ന മസിൽസ് ആണ് വൈറ്റ് മസിൽ. വൈറ്റ് കളർ. അപ്പൊ വൈറ്റ് മസിൽ പേര് പോലെ തന്നെ വൈറ്റ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം റെഡ് കളർ ഒന്നും ഇല്ല, വൈറ്റ് ആണ്. അത് വൈറ്റ് ആകാൻ കാരണം മയോഗ്ലോബിന്റെ അളവ് കുറവാണ്. വൈറ്റ് മസിൽസിൽ മയോഗ്ലോബിന്റെ അളവ് കുറവാണ്. മയോഗ്ലോബിന്റെ അളവ് കുറവാണെങ്കിൽ അതിനകത്ത് ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. ഓക്സിജന്റെ അളവ് കുറവായത് കൊണ്ട് നമ്മൾ ഈ വൈറ്റ് മസിൽസിനെ വിളിക്കുന്ന പേര് അനേറോബിക് മസിൽ എന്നാണ്. ഓക്സിജന്റെ അളവ് കുറവാണ്. അനേറോബിക് മസിൽസിന് വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. അത് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് അനേറോബിക് റെസ്പിറേഷൻ. അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ ആബ്സെൻസിൽ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് അനേറോബിക് റെസ്പിറേഷൻ. പക്ഷെ കിട്ടുന്ന എനർജിയുടെ എണ്ണം 2 ATP ആണ്. മുകളിൽ എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ 38 ATP ആണ്. അപ്പൊ കമ്പാരിറ്റീവ്ലി അനേറോബിക്കിൽ ATPയുടെ എണ്ണം കുറവാണ്.
ഇനി അപ്പോ അപ്പൊ കുറച്ച് എനർജി, അപ്പൊ ഓക്സിജന്റെ അളവ് കുറവാണ്, അപ്പൊ കുറച്ച് എനർജിയെ ഇത് ഉണ്ടാക്കുന്നുള്ളൂ, കുറച്ച് എനർജി മാത്രമേ ഉണ്ടാക്കുന്നു. അപ്പൊ കുറച്ച് എനർജി ഉണ്ടാക്കുന്നുണ്ട്, അത്രമാത്രം മൈറ്റോകോൺട്രിയ വേണ്ട, മൈറ്റോകോൺട്രിയയുടെ അളവ് കുറവാണ് ഇതിനകത്ത്. അപ്പൊ ഈ വൈറ്റ് മസിൽസിനകത്ത് മൈറ്റോകോൺട്രിയയുടെ എമൗണ്ട് കുറവാണ്. മൈറ്റോകോൺട്രിയയുടെ എമൗണ്ട് കുറവാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഈ വൈറ്റ് മസിലില് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഇന്നലെ പഠിച്ചു, മസിൽ ഫൈബറിൽ കാണുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ പറയുന്ന പേരാണ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ ഇവിടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇതിന്റെ പ്രത്യേകത ഫാസ്റ്റ് കോൺട്രാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ ഫാസ്റ്റ് കോൺട്രാക്ടിങ് മസിൽസ് എന്ന് പറയും, ഫാസ്റ്റ് കോൺട്രാക്ടിങ് മസിൽസ് എന്ന് പറയാറുണ്ട്. അപ്പോ ഒന്നുകൂടി കളറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മസിലിനെ രണ്ടായിട്ട് പറയാം, റെഡ് മസിലും വൈറ്റ് മസിലും. ഇപ്പൊ റെഡ് മസിൽ എന്ന് പറഞ്ഞാൽ അത് റെഡ് കളറാണ്. റെഡ് കളറിന് കാരണം മയോഗ്ലോബിൻ എന്ന പിഗ്മെന്റ് ആണ്. റെഡ് മസിൽസില് മയോഗ്ലോബിൻ എന്ന പിഗ്മെന്റ് ഉണ്ട്. ഹീമോഗ്ലോബിനെ പോലെ മയോഗ്ലോബിൻ എന്ന പിഗ്മെന്റ് കാണുന്നുണ്ട്. മയോഗ്ലോബിന് ഹീമോഗ്ലോബിനെ പോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജനെ പിടിച്ചു വെക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ റെഡ് മസിൽ പരിശോധിച്ചാൽ ഇഷ്ടം പോലെ ഓക്സിജൻ നമുക്ക് കാണാൻ പറ്റും. സോ ഈ മസിൽസിനെ നമ്മൾ എയറോബിക് മസിൽസ് എന്ന് പറയും. എയറോബിക് മസിൽസിന് വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. അത് എങ്ങനെയാണ് എനർജി ഉണ്ടാക്കുന്നത്? എയറോബിക് റെസ്പിറേഷൻ. എന്താണ് എയറോബിക് റെസ്പിറേഷൻ? മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ പ്രസൻസിൽ, അതാണ് എയറോബിക്, ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് എയറോബിക് റെസ്പിറേഷൻ. അപ്പൊ ലാർജ് എമൗണ്ട് ഓഫ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. എയറോബിക് റെസ്പിറേഷനിൽ 30 ATP ആണ്. അപ്പൊ ലാർജ് എമൗണ്ട് ഓഫ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മൈറ്റോകോൺട്രിയ ആവശ്യമാണ്. അപ്പോൾ റെഡ് മസിൽസിൽ ലാർജ് എമൗണ്ട് ഓഫ് മൈറ്റോകോൺട്രിയ ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത, ഇത് സ്ലോ കോൺട്രാക്ടിങ് മസിൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റെഡ് മസിൽസിനെ വേറെ പേര് വിളിക്കാറുണ്ട്, സ്ലോ കോൺട്രാക്ടിങ് മസിൽസ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഇപ്പോഴത്തെ വൈറ്റ് മസിൽ, അപ്പൊ അതിന്റെ കളർ ഒരു പെയിൽ വൈറ്റിഷ് കളറാണ്. അത് വൈറ്റിഷ് കളറാകാൻ കാരണം അതിനകത്ത് മയോഗ്ലോബിന്റെ അളവില്ല. മയോഗ്ലോബിനാണ് റെഡ് കളർ കൊടുക്കുന്നത്. ഇവിടെ വൈറ്റിഷ് കളർ ആയതുകൊണ്ട് മയോഗ്ലോബിൻ ഇല്ല, മയോഗ്ലോബിൻ കുറവാണ്. മയോഗ്ലോബിൻ കുറവാണെങ്കിൽ ഈ മസിൽസിന് ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് ഈ മസിൽസിനെ നമ്മൾ അനേറോബിക് മസിൽ എന്നാണ് പറയുന്നത്. അനേറോബിക് മസിൽസിന് വർക്ക് ചെയ്യണമെങ്കിലും എനർജി വേണം. അത് എങ്ങനെയാണ് എനർജി ഉണ്ടാക്കുന്നത്? അനേറോബിക് റെസ്പിറേഷൻ. അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് മസിൽസില് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ ആബ്സെൻസിൽ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്നതാണ് അനേറോബിക് റെസ്പിറേഷൻ. പിന്നെ ഇപ്പൊ ഇതിനകത്ത് ഓക്സിജന്റെ അളവ് കുറവാണ്, ഉണ്ടാക്കുന്ന എനർജിയുടെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയയുടെ എമൗണ്ട് കുറവാണ്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ എമൗണ്ട് വളരെ ഹൈ ആണ്. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ എമൗണ്ട് വളരെ ഹൈ ആണ്. പിന്നെ ഇത് ഫാസ്റ്റ് കോൺട്രാക്ടിങ് മസിൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസ്ഡ് ഓൺ കളർ മസിൽ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു വൈറ്റ് മസിൽ ആൻഡ് റെഡ് മസിൽ.
ഓക്കെ, അടുത്ത മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. എങ്ങനെയാണ് മസിൽ കോൺട്രാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് മസിൽ കോൺട്രാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് മസിൽ റിലാക്സ് ചെയ്യുന്നത്. മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ ഒരു തിയറി വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ തിയറിയുടെ പേര് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, മയോസിന് ഒരു ഹെഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഇത് ആക്റ്റിൻ ഫിലമെന്റ് ആണെന്ന് പറഞ്ഞു. മസിൽ കോൺട്രാക്ഷന് സമയമാകുമ്പോൾ ഈ ഹെഡ് മുകളിലത്തെ ആക്റ്റിൻ ഫിലമെന്റിൽ ചെന്ന് അറ്റാച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അറ്റാച്ച് ചെയ്തിട്ട് അതിനെ പിടിച്ച് വലിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ മസിൽ കോൺട്രാക്ഷന് സമയമാകുമ്പോൾ മയോസിൻ എന്ന പ്രോട്ടീനിന്റെ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിലോട്ട് ചെന്ന് ഇതേപോലെ അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഈ അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഉണ്ടാകുന്ന സ്ട്രക്ചറിന്റെ പേരാണ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. മയോസിന്റെ ഹെഡ്
ആക്റ്റിൻ ഫിലമെന്റിലോട്ട് ചെന്ന് അറ്റാച്ച് ചെയ്താൽ പിന്നെ അതിനെ വിളിക്കുന്ന പേരാണ്, ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. എന്നിട്ട് ഈ മയോസിന്റെ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിനെ പിടിച്ച് വലിക്കുമ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ആക്റ്റിൻ ഫിലമെന്റ് മയോസിന്റെ ഹെഡിൽ കൂടെ മൂവ് ചെയ്ത് പോകുന്നതായിരിക്കും. ആക്റ്റിൻ ഫിലമെന്റ് മയോസിന്റെ ഹെഡിൽ കൂടി മൂവ് ചെയ്ത് പോകുന്നതായിരിക്കും. ആക്റ്റിൻ ഫിലമെന്റ് സ്ലൈഡ് ഓവർ ദി ഹെഡ് ഓഫ് മയോസിൻ. ആക്റ്റിൻ ഫിലമെന്റ് സ്ലൈഡ് ഓവർ ദി ഹെഡ് ഓഫ് മയോസിൻ. അല്ലെങ്കിൽ വേറെ രീതിക്ക് പറയാം, ആക്റ്റിൻ ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ തിൻ ഫിലമെന്റ്. തിൻ ഫിലമെന്റ് സ്ലൈഡ് ഓവർ ദി ഹെഡ് ഓഫ് തിക് ഫിലമെന്റ്. മയോസിൻ എന്ന് പറഞ്ഞാൽ തിക് ഫിലമെന്റ്. അപ്പോ ഇതാണ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എന്ന് പറയുന്നത് അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. മസിൽ കോൺട്രാക്ഷന് ടൈം ആകുമ്പോൾ മയോസിന്റെ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിലോട്ട് ചെന്ന് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് രണ്ടും കൂടെ ചേർന്ന് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ക്രോസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ അറ്റാച്ച് ചെയ്യുന്നതാണ് ക്രോസ് ബ്രിഡ്ജ്. എന്നിട്ട് ഈ മയോസിൻ ആക്റ്റിൻ ഫിലമെന്റിനെ പിടിച്ച് വലിക്കുമ്പോൾ ആക്റ്റിൻ ഫിലമെന്റ് മയോസിന്റെ ഹെഡിൽ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തു. അപ്പോൾ ആക്റ്റിൻ ഫിലമെന്റ് സ്ലൈഡ് ഓവർ ദി ഹെഡ് ഓഫ് മയോസിൻ. അല്ലെങ്കിൽ തിൻ ഫിലമെന്റ് ആക്റ്റിൻ ഫിലമെന്റ് തിൻ ഫിലമെന്റ് ആണ്, മയോസിൻ തിക് ഫിലമെന്റ് ആണ്. അപ്പോൾ തിൻ ഫിലമെന്റ് സ്ലൈഡ് ഓവർ തിക് ഫിലമെന്റ്. അപ്പൊ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി പറഞ്ഞതാണ്, അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ നോക്കാം. ഓക്കെ, ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ ബ്രെയിൻ വിചാരിക്കും, സെൻട്രൽ നെർവസ് സിസ്റ്റം വിചാരിക്കും. ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിൻ വിചാരിക്കും. ബ്രെയിൻ ഒരു മെസ്സേജ് ന്യൂറോണിൽ കൂടെ കടക്കും. ആ ന്യൂറോണിന്റെ പേര് മോട്ടോർ ന്യൂറോൺ. ബ്രെയിന് ഇപ്പൊ മസിൽ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ ബ്രെയിൻ വിചാരിക്കണം. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഈ മസിൽ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ ബ്രെയിൻ വിചാരിക്കണം. ബ്രെയിൻ ആ മെസ്സേജിന് ഒരു ന്യൂറോണിൽ കൂടി കടക്കും. ആ ന്യൂറോണിന്റെ പേരാണ് മോട്ടോർ ന്യൂറോൺ. അങ്ങനെ ആ മെസ്സേജ് മോട്ടോർ ന്യൂറോണിൽ കൂടി നേരെ മസിലിലോട്ട് എത്തും. അപ്പോ ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ ബ്രെയിൻ വിചാരിക്കണം. ബ്രെയിന് ഒരു മെസ്സേജ് ഒരു ന്യൂറോണിൽ കൂടി കടക്കും. ആ ന്യൂറോണിന്റെ പേരാണ് മോട്ടോർ ന്യൂറോൺ. അങ്ങനെ ആ ന്യൂറോണിൽ കൂടി കടന്നു വന്നു ആ ന്യൂറോൺ അവസാനിക്കുന്നത് ഒരു മസിലിന്റെ പുറത്താണ്. അങ്ങനെ ന്യൂറോണിൽ നിന്ന് ആ മെസ്സേജ് മസിലിലോട്ട് വന്നു. മെസ്സേജ് മസിലിലോട്ട് വന്നാൽ ആദ്യം തിരിച്ചറിയുന്നത് മസിൽ ഫൈബറിനകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ മസിലിലുള്ള സാർകോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കാരണം സാർകോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് ഇഷ്ടംപോലെ കാൽഷ്യം അയോൺസുകളുണ്ട്. അപ്പോ മോട്ടോർ ന്യൂറോണിൽ നിന്ന് മെസ്സേജ് നേരെ മസിലിലോട്ട് വരും. മസിലിനകത്ത് സാർകോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. സാർകോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് കാൽഷ്യം അയോൺസ് ഉണ്ട്. ഈ സാർകോപ്ലാസ്മിക് റെറ്റിക്കുലം മെസ്സേജ് വന്ന ഉടനെ കാൽഷ്യം അയോൺസിനെ റിലീസ് ചെയ്യും. ഈ കാൽഷ്യം അയോൺസ് നേരെ ചെന്ന് ആക്റ്റിൻ ഫിലമെന്റിലുള്ള പ്രോപോണിൻ എന്ന പ്രോട്ടീനിലോട്ട് അറ്റാച്ച് ചെയ്യും. കാൽഷ്യം ഫിലമെന്റ് കാൽഷ്യം അയോൺസ് നേരെ ചെന്ന് ആക്റ്റിൻ ഫിലമെന്റിലുള്ള
ട്രോപോണിൻ എന്ന പ്രോട്ടീനിലോട്ട് അറ്റാച്ച് ചെയ്യും. ട്രോപോണിൻ എന്ന പ്രോട്ടീനിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ട്രോപോണിൻ ഇവിടെ നിന്ന് ഇളകി മാറിക്കും. ട്രോപോണിൻ ഉടനെ അവിടെ നിന്ന് കാൽഷ്യം വന്ന് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ട്രോപോണിൻ ഇവിടെ നിന്ന് മാറിക്കും. ട്രോപോണിൻ ഇവിടെ നിന്ന് മാറുമ്പോൾ ട്രോപോണിൻ ഇരുന്ന ആ ബോർഡിലോട്ട് മയോസിന്റെ ഹെഡ് വന്ന് അറ്റാച്ച് ചെയ്യും. ട്രോപോണിൻ ഇരുന്ന ബോർഡിലോട്ട് മയോസിന്റെ ഹെഡ് വന്ന് അറ്റാച്ച് ചെയ്യും. ഇങ്ങനെയാണ് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നത്. ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഈ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യാൻ എനർജി വേണം, ATP വേണം. ഇവിടെ നമ്മൾ പഠിച്ചു മയോസിന്റെ ഹെഡിൽ 2 പോയിന്റ് ഉണ്ടെന്ന് പഠിച്ചു. ഒന്ന് ആക്റ്റീവ് ബൈൻഡിംഗ് സൈറ്റ്, രണ്ടാമത്തെ ATP ബൈൻഡിംഗ് സൈറ്റ്. ATP ബൈൻഡിംഗ് സൈറ്റിൽ ATP ഉണ്ടെന്ന് പഠിച്ചു. അത് എനർജിയാണ്. ആ ATPയെ ബ്രേക്ക് ചെയ്ത് ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആക്കി മാറ്റും. അതായത് ATPയെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനർജിയെ യൂട്ടിലൈസ് ചെയ്യും, എനർജിയെ ഉപയോഗിക്കും. അങ്ങനെ എനർജി ഉപയോഗിച്ചുകൊണ്ട് മയോസിന്റെ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിലെ ഈ പോയിന്റിലോട്ട് വന്ന് അറ്റാച്ച് ചെയ്യും. ട്രോപോണിൻ ഇളകി മാറുമ്പോൾ ആ സ്ഥലത്തിരുന്ന ബോഡിയിലോട്ട് വന്ന് മയോസിന്റെ ഹെഡ് അറ്റാച്ച് ചെയ്ത് ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ഈ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യണമെങ്കിൽ എനർജി വേണം. ആ എനർജി ഇവിടെ ഉണ്ട്. കാരണം ഈ മയോസിന്റെ ഹെഡില് ATP ബൈൻഡിംഗ് സൈറ്റ് ഉണ്ട്. ATP ബൈൻഡിംഗ് സൈറ്റിനകത്ത് ATP ഉണ്ട്. ആ ATPയെ ബ്രേക്ക് ചെയ്താൽ എനർജി കിട്ടും. അങ്ങനെ എനർജി ഉപയോഗിച്ചുകൊണ്ട് മയോസിന്റെ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിലോട്ട് ചെന്ന് അറ്റാച്ച് ചെയ്ത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തതിന് ശേഷം ഇത് പിടിച്ച് വലിക്കും. ഈ മയോസിന്റെ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിനെ പിടിച്ച് വലിക്കും. അങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ഇത് മയോസിന്റെ ഹെഡ് ആണെന്ന് വിചാരിക്കുക. ഈ ആക്റ്റിൻ ഫിലമെന്റ് മയോസിന്റെ ഹെഡിൽ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ പോകും. അങ്ങനെയാണ് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പോ ഒന്നുകൂടെ പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ ബ്രെയിൻ വിചാരിക്കണം, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം വിചാരിക്കണം. ബ്രെയിന് ഒരു മെസ്സേജ് ഒരു ന്യൂറോണിൽ കൂടെ കടത്തിവിടും. ആ ന്യൂറോണിന്റെ പേരാണ് മോട്ടോർ ന്യൂറോൺ. ഒരു ന്യൂറോണിൽ കൂടെ കടത്തിവിടും. ആ ന്യൂറോണിന്റെ പേരാണ് മോട്ടോർ ന്യൂറോൺ. അങ്ങനെ ആ ന്യൂറോണിൽ കൂടെ ആ മെസ്സേജ് സിഗ്നൽ പോയി നേരെ മസിൽസിലോട്ട് കടക്കും. അങ്ങനെ മെസ്സേജ് ഇപ്പോ മസിലിലോട്ട് എത്തി. മസിലിൽ എത്തിയ ഉടനെ മസിൽസിനകത്ത് കാണുന്ന സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം തിരിച്ചറിയും. ഉടനെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം കാൽഷ്യത്തിനെ റിലീസ് ചെയ്യും. ഈ കാൽഷ്യം നേരെ ചെന്ന് ആക്റ്റിൻ ഫിലമെന്റിൽ കാണുന്ന ട്രോപോണിൻ എന്ന പ്രോട്ടീനിലോട്ട് അറ്റാച്ച് ചെയ്യും. ഈ കാണുന്നതാണ് ട്രോപോണിൻ. നമ്മൾ എന്താണ് പഠിച്ചത്? അപ്പൊ കാൽഷ്യം നേരെ ചെന്ന് ട്രോപോണിൻ എന്ന പ്രോട്ടീനിലോട്ട് അറ്റാച്ച് ചെയ്യും. ഉടനെ ട്രോപോണിൻ അവിടെ നിന്ന് ഇളകി മാറും. ട്രോപോണിൻ എന്ന പ്രോട്ടീൻ അവിടെ നിന്ന് ഇളകി മാറിക്കൊടുക്കും. ഉടനെ ട്രോപോണിൻ ഇരുന്ന സ്ഥലത്ത് ഒരു പോയിന്റിലോട്ട് ഈ മയോസിന്റെ ഹെഡ് ഇങ്ങനെ വന്ന് അറ്റാച്ച് ചെയ്യും. ട്രോപോണിൻ ഇരുന്ന ബോഡിയിലോട്ട് മയോസിന്റെ ഹെഡ് ഇങ്ങനെ വന്ന് അറ്റാച്ച് ചെയ്യും. കാരണം മയോസിന്റെ ഹെഡിൽ 2 പോയിന്റ് ഉണ്ട്. അതിൽ ഒരു പോയിന്റ് ആക്റ്റീവ് ബൈൻഡിംഗ് സൈറ്റ് ആണ്. ആ പോയിന്റ് ആണ് ഇവിടെ ചെന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് ക്രോസ് ബ്രിഡ്ജ് എന്ന് പറയും. ഇത് ആക്റ്റിൻ ഫിലമെന്റ് മയോസിൻ ഫിലമെന്റ് ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ക്രോസ് ബ്രിഡ്ജ്. ഇനി ഈ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യണമെങ്കിൽ എനർജി വേണം. അതായത് ATP വേണം. ATP ഇവിടെ ഉണ്ട്. ഈ പോയിന്റിൽ ATP ഉണ്ട്. അപ്പോ അതിവിടെ ഈ പോയിന്റാണ് ATP ബൈൻഡിംഗ് സൈറ്റ്. ഈ ATP ബൈൻഡിംഗ് സൈറ്റിൽ ATP ഉണ്ട്.
അപ്പൊ ആ ATP ബ്രേക്ക് ചെയ്യുമ്പോൾ ADP പ്ലസ് PI. അങ്ങനെ ATP ബ്രേക്ക് ചെയ്ത് ATP ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനർജി യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ ATP ബ്രേക്ക് ചെയ്ത് എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മയോസിന്റെ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിലോട്ട് ചെന്ന് അറ്റാച്ച് ചെയ്ത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. എന്നിട്ട് ഈ മയോസിന്റെ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിനെ പിടിച്ച് വലിക്കുമ്പോൾ ഈ ആക്റ്റിൻ ഫിലമെന്റ് മയോസിന്റെ ഹെഡിൽ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യും. അങ്ങനെയാണ് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത്. ഇനി കോൺട്രാക്ഷൻ കഴിഞ്ഞു റിലാക്സേഷൻ ആകുമ്പോൾ ഈ ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജ് അങ്ങ് നിൽക്കും. ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജ് നിൽക്കുന്നു. ഉടനെ ഈ ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ആവും. ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജ് നിന്ന ഉടനെ ഈ ക്രോസ് ബ്രിഡ്ജ് പൊട്ടുമ്പോൾ ഇത് മയോസിൻ ഹെഡ് സെപ്പറേറ്റ് ആവും. ഉടനെ വീണ്ടും പഴയ പോലെ ആ പോയിന്റിലോട്ട് ടോപ്പ് കോണിൽ വന്ന് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് കാൽഷ്യം അയോൺ തിരിച്ച് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തോട്ട് തിരിച്ചു കയറും. ഇതാണ് റിലാക്സേഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യം, ഈ ന്യൂറോണും മസിലും ചേരുന്ന ഈ ജംഗ്ഷന്റെ പേരാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ഒരു ന്യൂറോണിനും മസിലിനും ഇടയ്ക്കുള്ള ജംഗ്ഷന്റെ പേരാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. അതിന്റെ മറ്റൊരു പേര് മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയും. ജംഗ്ഷൻ ബിറ്റ്വീൻ എ ന്യൂറോൺ ആൻഡ് എ മസിൽ ഈസ് നോൺ ആസ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയും. ഇനി ഈ ന്യൂറോണിനെയും മസിലിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് മോട്ടോർ യൂണിറ്റ് ആണ്. ന്യൂറോണിനെയും മസിലിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് മോട്ടോർ യൂണിറ്റ് എന്നാണ്. മോട്ടോർ യൂണിറ്റ് എന്ന് പറയും. ഈ മോട്ടോർ ന്യൂറോണിനെയും മസിലിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് മോട്ടോർ യൂണിറ്റ്. അതേപോലെ മോട്ടോർ ന്യൂറോണിന് മസിലിന് ഇടയ്ക്കുള്ള ജംഗ്ഷന്റെ പേരാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. അപ്പൊ ഒന്നുകൂടെ പെട്ടെന്ന് ഞാൻ പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു തിയറിയിൽ കൂടെയാണ്. ആ തിയറിയുടെ പേര് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എന്നാണ്. അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, മസിൽ കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ ബ്രെയിൻ വിചാരിക്കണം, സെൻട്രൽ നെർവസ് സിസ്റ്റം വിചാരിക്കണം. ബ്രെയിനിൽ നിന്ന് മെസ്സേജ് വരും. ആ മെസ്സേജിനെ കൊണ്ടുവരുന്നത് മോട്ടോർ ന്യൂറോൺ ആണ്. അങ്ങനെ മോട്ടോർ ന്യൂറോണിൽ കൂടെ മെസ്സേജ് മസിലിന്റെ ഉള്ളിലോട്ട് കടക്കും. മസിലിന്റെ ഉള്ളില് ഉടനെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഇത് തിരിച്ചറിയും. എന്നിട്ട് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാൽഷ്യം അയോണിനെ റിലീസ് ചെയ്യും. ഈ കാൽഷ്യം അയോൺ ആക്റ്റിൻ ഫിലമെന്റിൽ ഇരിക്കുന്ന ട്രോപ്പോണിലോട്ട് ചെന്ന് അറ്റാച്ച് ചെയ്യും. കാൽഷ്യം അയോൺ ട്രോപ്പോണിൻ എന്ന പ്രോട്ടീനിലോട്ട് കാൽഷ്യം അയോൺ അറ്റാച്ച് ചെയ്യും. ഉടനെ ട്രോപ്പോൺ അവിടെ നിന്ന് ഇളകി മാറിക്കൊടുക്കുമ്പോൾ ആ കാണുന്ന ബോളിലോട്ട് ഗ്ലോബുലാർ ആക്റ്റിൻ എന്ന് പറയും. ബോളിന്റെ പേരുടെ ഗ്ലോബുലാർ ആക്റ്റിൻ അങ്ങോട്ട് വന്ന് മയോസിന്റെ ഹെഡ് അറ്റാച്ച് ചെയ്യും. അങ്ങനെ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. അറ്റാച്ച് ചെയ്യാനായിട്ട് ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട്. അതിൽ ഒരെണ്ണം ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ആണ്. ആ പോയിന്റും ഈ ആക്റ്റിനും കൂടെയാണ് ചേരുന്നത്. ഇനി ഈ ചേർന്ന് ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് ക്രോസ് ബ്രിഡ്ജ്. ഇനി ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യണമെങ്കിൽ എനർജി വേണം. ഇവിടെ ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, അവിടെ ATP ഉണ്ട്. ആ ATP ബ്രേക്ക് ചെയ്യുമ്പോൾ ATP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കിട്ടും. അങ്ങനെ ATP ബ്രേക്ക് ചെയ്ത് എനർജി ഉപയോഗിച്ചുകൊണ്ട് മയോസിന്റെ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിൽ ചെന്ന് അറ്റാച്ച് ചെയ്ത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. എന്നിട്ട് മയോസിന്റെ ഹെഡ് ആക്റ്റിൻ ഫിലമെന്റിനെ പിടിച്ച് വലിക്കുമ്പോൾ മയോസിന്റെ ഹെഡിന്റെ പുറത്തുകൂടി ആക്റ്റിൻ ഫിലമെന്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകും. ഇറ്റ് ഈസ് കോൾഡ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഇങ്ങനെ മസിൽ കോൺട്രാക്ഷൻ നടക്കും. ഇനി റിലാക്സേഷന്റെ സമയമാകുമ്പോൾ എല്ലാം ഓപ്പോസിറ്റ് ആണ്. ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജ് കട്ടാവും. ഉടനെ ഈ ക്രോസ് ബ്രിഡ്ജ് പൊട്ടും. ഇത് സെപ്പറേറ്റ് ആവും. ഉടനെ ഈ ADP പ്ലസ് PI തിരിച്ചിങ്ങോട്ട് ATP ആയിട്ട് മാറി ഇവിടെ വന്ന് വീണ്ടും അറ്റാച്ച് ചെയ്യും. കാരണം വീണ്ടും മസിൽ കോൺട്രാക്ഷൻ നടക്കണമല്ലോ. അതുകൊണ്ട് ബ്രേക്ക് ചെയ്ത ATP ബ്രേക്ക് ചെയ്യുമ്പോൾ ADP പ്ലസ് PI കിട്ടി. ഇനി തിരിച്ചിങ്ങോട്ട് വേണം, വീണ്ടും അത് ATP ആയിട്ട് മാറി പുതിയൊരു ATP ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. കാരണം രണ്ടാമത് ഈ മസിൽ കോൺട്രാക്ഷൻ നടക്കുമല്ലോ. അപ്പൊ അതിന് എനർജി വേണ്ടേ? അതുകൊണ്ട് ആദ്യം ഉപയോഗിച്ച് കളഞ്ഞ ATP വീണ്ടും അവിടെ തന്നെ റീപ്ലേസ് ചെയ്യും. ഇനി
ട്രോപ്പോൺ വീണ്ടും പഴയ പോലെ അവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. കാൽഷ്യം അയോൺസ് എല്ലാം കൂടെ തിരിച്ച് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തോട്ട് കയറും. ഇതാണ് റിലാക്സേഷന്റെ മെക്കാനിസം. ഇതാണ് സ്ലൈഡിംഗ് ഫിലമെന്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത് മസ്കുലാർ സിസ്റ്റത്തിനകത്തുള്ള ചില മെഡിക്കൽ കണ്ടീഷൻസ് ആണ്. ഓക്കെ, ഇത് 2-3 മെഡിക്കൽ കണ്ടീഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. അതില് ഒന്നാമത്തെ മെഡിക്കൽ കണ്ടീഷന്റെ പേര് മസിൽ ഫറ്റീഗ് എന്നാണ്. മസിൽ ഫറ്റീഗ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളിപ്പോ ഒരു കയറ്റം കയറുകയാണ്. ഒരു കയറ്റം നടന്നു കയറുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാല് ഒരു തരിപ്പ് പോലെ വരും. നിങ്ങൾ മൊത്തത്തിലൊന്ന് വീക്കാവും. നിങ്ങൾ അവിടെ ഇരിക്കും. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും. വീണ്ടും കയറ്റം കയറാൻ തുടങ്ങും. കുറച്ചു ദൂരം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ വീക്കാവും. കാലിൽ ഒരു മരവ് പോലെ തരിപ്പ് പോലെ വരും. നിങ്ങൾ വീണ്ടും അവിടെ റെസ്റ്റ് ചെയ്യും. അതേപോലെ നിങ്ങൾ ഓടുമ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല ഓണം ഓടും. കുറച്ചു ദൂരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നും. നിങ്ങൾ റെസ്റ്റ് എടുക്കും. കാലൊക്കെ ഒരു മരവ് പോലെ ആയിരിക്കും, ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്യും. ആ കണ്ടീഷന്റെ പേരാണ് മസിൽ ഫറ്റീഗ്. അതാണ് മസിൽ ഫറ്റീഗ്. ഇപ്പൊ ജിമ്മിൽ പോയി നമ്മളിങ്ങനെ ഡംബൽ യൂസ് ചെയ്യണം. ഇങ്ങനെ ഡംബൽ യൂസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈംസ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറെ തവണ ഇങ്ങനെ ഡംബൽ ഇങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കൈ ഒരു മരവിപ്പ് പോലെ വരും. നമുക്ക് ക്ഷീണം തോന്നും. നമ്മൾ ആ ഡംബൽ അവിടെ എടുത്തിരിക്കും. ഒരു കൈ ഒരു മരവിപ്പ് പോലെ വരും. കുറച്ച് സമയം കഴിയുമ്പോൾ ആ മരവിപ്പ് മാറും. വീണ്ടും നമ്മൾ ഡംബൽ എടുത്ത് വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങും. കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ആ ഡംബൽ അവിടെ വയ്ക്കും. അപ്പൊ ഇങ്ങനത്തെ കുറെ കണ്ടീഷൻസ് നമുക്ക് വരാറുണ്ട്. കയറ്റം കയറുമ്പോൾ, ഓടുമ്പോൾ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ, ആ സമയത്ത് മസിൽസിന് വരുന്ന കണ്ടീഷന്റെ പേരാണ് മസിൽ ഫറ്റീഗ്. മസിൽ ഫറ്റീഗ്. നമ്മൾ കാലൊരു തരിപ്പ് പോലെ വരുന്നു എന്ന് പറയുന്നില്ലേ, അതാണ് മസിൽ ഫറ്റീഗ്. ശരി, ഇനി സംഭവം എന്താണെന്ന് പറയാം. നമ്മുടെ മസിൽസിന് ഗ്ലൂക്കോസ് ഉണ്ട്, എനർജിക്ക് വേണ്ടി ഗ്ലൂക്കോസ് ഉണ്ട്. ആ ഗ്ലൂക്കോസിനെ മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ്. നമ്മുടെ മസിൽസിനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. എനർജി ഉണ്ടാക്കണമെങ്കിൽ ഗ്ലൂക്കോസ് വേണം. ഈ ഗ്ലൂക്കോസിനെ മസിലുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നടക്കാൻ തുടങ്ങി. നിങ്ങൾ നടന്നു തുടങ്ങുമ്പോൾ മസിൽസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. നടന്നു തുടങ്ങുമ്പോൾ മസിൽസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. മസിൽസിന് വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. അപ്പൊ ഇവിടെ നിങ്ങൾ നടന്നു തുടങ്ങുമ്പോൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറും. സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഇനി ഈ മസിൽസിന് ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ട്. മസിൽസിൽ ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ട്.
ഈ ഓക്സിജന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കാൻ തുടങ്ങും. ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കാൻ തുടങ്ങും. അതാണ് എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്നതാണ് എയറോബിക് റെസ്പിറേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു മസിൽസില് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്ലൈക്കോജൻ ആയിട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ നടന്നു തുടങ്ങുമ്പോൾ മസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോ മസിലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ കൺവെർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. മസിൽസ് ഇപ്പൊ എനർജി നടക്കുമ്പോൾ നമുക്ക് മസിൽസിന് വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. മസിൽസിന് വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. അപ്പോ മസിലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. മസിൽസിൽ ഇഷ്ടംപോലെ ഓക്സിജനും ഉണ്ട്. അപ്പോ ഈ ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്ത് എയറോബിക് റെസ്പിറേഷൻ നടത്തി എനർജി ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ മസിൽസ് എനർജി ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മസിൽസ് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് മാറും. മസിൽസിൽ ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്ത് എനർജി ആക്കി മാറ്റും. അങ്ങനെ എനർജി ഉണ്ടാക്കി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ ദൂരം ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഈ മസിൽസിനകത്ത് ഓക്സിജന്റെ അളവിൽ കുറവ് വരും. ഓക്സിജൻ ഡെഫിഷ്യൻസി വരും മസിൽസിനകത്ത്. കാരണം ഇങ്ങനെ മസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. മസിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനർജി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ, അവിടെ മസിൽസിനകത്തുള്ള ഓക്സിജന്റെ അളവില് ഡെഫിഷ്യൻസി വരും. നേരത്തെ ഇഷ്ടംപോലെ ഓക്സിജൻ മസിൽസിൽ ഉണ്ടായിരുന്നു, അതിനെ ഇങ്ങനെ എനർജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ സംഭവിക്കുന്നത് ഓക്സിജന്റെ അളവില് ഡെഫിഷ്യൻസി വരും. ഡെഫിഷ്യൻസി വരുമ്പോ അനൈറോബിക് റെസ്പിറേഷൻ നടക്കും. ഓക്സിജന്റെ അളവിൽ ഡെഫിഷ്യൻസി വന്നാൽ അനൈറോബിക് റെസ്പിറേഷൻ നടക്കും. അങ്ങനെ അനൈറോബിക് റെസ്പിറേഷൻ നടന്ന് ഗ്ലൂക്കോസ് നേരെ ലാക്റ്റിക് ആസിഡ് എന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. ഗ്ലൂക്കോസ് നേരെ ലാക്റ്റിക് ആസിഡ് എന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. ഞാൻ നേരത്തെ പറഞ്ഞു അനൈറോബിക് റെസ്പിറേഷൻ അനൈറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയുടെ എണ്ണം 2 ATP ഉള്ളൂ. അപ്പോ എനർജി ഭീകരമായിട്ട് കുറയും. അപ്പോ അനൈറോബിക് റെസ്പിറേഷൻ നടന്നാൽ എനർജി കുറയും. അതാണ് നമുക്ക് ക്ഷീണം തോന്നുന്നത്. രണ്ടാമത് ഗ്ലൂക്കോസ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. ഗ്ലൂക്കോസ് അനൈറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ ഗ്ലൂക്കോസ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ മസിൽസിൽ അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് മസിലിന്റെ തരിപ്പിന് കാരണം. ഇറ്റ് ഈസ് നോൺ ആസ് മസിൽ ഫറ്റീഗ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുന്നു. അപ്പോ നമ്മൾ ഇങ്ങനെ നടക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ പറയുന്ന മസിൽ ഫറ്റീഗ് ആണ്. മസിൽ ഫറ്റീഗ് എന്ന് പറയുന്നത് നമ്മൾ കുറെ ദൂരം നടക്കുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നും. മസിലൊക്കെ ഒരു മരവ്, ഒരു തരിപ്പ് പോലെ തോന്നും. ആ കണ്ടീഷനെയാണ് മസിൽ ഫറ്റീഗ് എന്ന് പറയുന്നത്. അതിന്റെ റീസൺ ആണ് പറയുന്നത്. സാധാരണ നമ്മുടെ മസിൽസില് ഇഷ്ടംപോലെ ഗ്ലൂക്കോസ് ഉണ്ട്. ഗ്ലൂക്കോസിനെ നമ്മൾ ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതേപോലെ മസിൽസിൽ ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നടന്നു തുടങ്ങുമ്പോൾ മസിൽസ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങും. മസിൽസിന് വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. ഉടനെ മസിൽസിന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഓക്സിജൻ ഉണ്ട്. അപ്പം ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്ത് എനർജി ആക്കി മാറ്റും. അങ്ങനെ എനർജി ഉണ്ടാക്കി ആ മസിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കുറച്ച് സമയം ഇങ്ങനെ, അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ സമയം കഴിയുമ്പോൾ മസിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടംപോലെ എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ആ മസിൽസിനകത്തുള്ള ഓക്സിജന്റെ അളവ് കുറയും. കാരണം ഉള്ളതെല്ലാം ഇങ്ങനെ എനർജി ഉണ്ടാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓക്സിജന്റെ അളവില് ഡെഫിഷ്യൻസി വരും. ഓക്സിജന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നതിന് പകരം അനൈറോബിക് റെസ്പിറേഷൻ നടക്കും. എയറോബിക് റെസ്പിറേഷൻ നടന്നുകൊണ്ടിരുന്ന മസിൽസിൽ പെട്ടെന്ന് അനൈറോബിക് റെസ്പിറേഷൻ നടക്കും. അതിന്റെ ഫലമായിട്ട് അനൈറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ക്ഷീണം തോന്നും. നമ്മുടെ ബോഡി വളരെ വീക്കാവും, നമുക്ക് ക്ഷീണം തോന്നും.
ഇനി അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നതിന്റെ ഫലമായി ഗ്ലൂക്കോസ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും? ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും. ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ മസിൽസിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. ആ മസിൽസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് കാല് തരിപ്പ് തോന്നുന്നതും നമ്മൾ ഉടനെ അവിടെ റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുക്കുമ്പോൾ ഈ റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഈ ലാക്റ്റിക് ആസിഡ് മൊത്തവും നമ്മുടെ മസിൽസിൽ നിന്ന് നമ്മുടെ ബോഡി നീക്കം ചെയ്യും. ഓക്സിജൻ കുറഞ്ഞല്ലോ, അവിടെ വീണ്ടും ഓക്സിജൻ ഇങ്ങനെ വന്ന് നിറഞ്ഞ് വീണ്ടും പഴയ കണ്ടീഷനാവും. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ക്ഷീണമൊക്കെ മാറി, ഒന്നുകൂടെ നടക്കാന്ന് പറഞ്ഞ് വീണ്ടും നടക്കും. വീണ്ടും നടന്നു തുടങ്ങുമ്പോൾ ഇതേപോലെ തന്നെ എയറോബിക് റെസ്പിറേഷൻ നടന്ന് എനർജി ഉണ്ടാക്കി പെട്ടെന്നത് അനൈറോബിക് ആയിട്ട് മാറും. വീണ്ടും എനർജി കുറയും, നമുക്ക് ക്ഷീണം വരും, ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യും, മസിൽസ് ഒക്കെ വീണ്ടും ഇങ്ങനെ ഒരു തരിപ്പ് പോലെ വരും. ഇറ്റ് ഈസ് കോൾഡ് മസിൽ ഫറ്റീഗ്. അപ്പൊ ഇതാണ് മസിൽ ഫറ്റീഗിന്റെ മെക്കാനിസം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത് പഠിക്കേണ്ടത്, അപ്പോ നമ്മളിപ്പോ പഠിച്ച ഒന്നാമത്തെ മെഡിക്കൽ കണ്ടീഷൻ മസിൽ ഫറ്റീഗ് ആണ്. അപ്പൊ നമുക്കിനി അടുത്ത് പഠിക്കേണ്ടത് മയാസ്തീനിയ ഗ്രാവിസ് എന്ന രണ്ടാമത്തെ കണ്ടീഷനാണ്. കണ്ടീഷന്റെ പേര് മയാസ്തീനിയ ഗ്രാവിസ് എന്നാണ്. ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ശരി, അപ്പോ മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അപ്പോ ആദ്യം അറിഞ്ഞിരിക്കേണ്ട എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ? നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു പാത്തോജൻ കയറിയാൽ അതിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നത് ഇമ്മ്യൂൺ സെൽസ് ആണ്. അതായത് നമ്മുടെ WBC ഒക്കെ
WBC മറ്റു സെല്ലുകളൊക്കെ അതിനെല്ലാത്തിനും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ഇമ്മ്യൂൺ സെൽസ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി കയറിയാൽ അല്ലെങ്കിൽ ഒരു പാത്തോജൻ കയറിയാൽ അതിനെ ചെന്ന് അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ആണ്. അതാണ് നമ്മുടെ ഇമ്മ്യൂൺ സെൽസിന്റെ ജോലി. ഏതെങ്കിലും ഒരു പാത്തോജനോ ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡിയോ നമ്മുടെ ബോഡിക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ അതിനെ ചെന്ന് അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നതാണ് നമ്മുടെ ഇമ്മ്യൂൺ സെൽസിന്റെ ജോലി. നോർമലി ഈ ഇമ്മ്യൂൺ സെൽസ് നമ്മളെ ഉപദ്രവിക്കാറില്ല, ഫോറിൻ ബോഡീസിനെ മാത്രമേ ഉപദ്രവിക്കാറുള്ളൂ. പക്ഷെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് നമ്മളെ തന്നെ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സെൽസ് നമ്മുടെ ബോഡിയെ ഫോറിൻ ബോഡിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ തന്നെ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അപ്പൊ നോർമലി അങ്ങനെ സംഭവിക്കാറില്ല. നോർമലി നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന നമ്മളെ അറ്റാക്ക് ചെയ്യാറില്ല. നമ്മുടെ ബോഡിയിലോട്ട് ഏതെങ്കിലും ഫോറിൻ ബോഡിയോ പാത്തജനോ കയറിയാൽ അതിനെ ചെന്ന് അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നതല്ലാതെ നമുക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സെൽസ് നമ്മളെ തന്നെ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. സാധാരണ ഇതിന്റെ റീസൺ അൺനോൺ ആണ്. പിന്നെ റീസെന്റ് സ്റ്റഡികൾ പറയുന്നത് നമ്മുടെ ബോഡിക്കകത്ത് വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നാൽ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരുന്നാൽ, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഓക്കെ, ശരി. അങ്ങനെ അപ്പോ മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അപ്പോ നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സെൽസ് നേരെ ചെന്ന് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനെ നശിപ്പിച്ചു കളയും. ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഞാൻ പറഞ്ഞു, ന്യൂറോണും മസിലും ചേരുന്ന ജംഗ്ഷനാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് നേരെ ചെന്ന് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനെ നശിപ്പിച്ചു കളയും. അപ്പൊ അതിന്റെ ഫലമായിട്ട് വരുന്ന പ്രശ്നം എന്താ? ബ്രെയിനിൽ നിന്ന് വരുന്ന മെസ്സേജ് മോട്ടോർ ന്യൂറോണിൽ കൂടെ ഇങ്ങോട്ട് വരും. പക്ഷേ ഈ ജംഗ്ഷൻ നശിച്ചുപോയി. അതുകൊണ്ട് ആ മെസ്സേജ് മസിലിലോട്ട് പോകില്ല. മസിലിലോട്ട് മെസ്സേജ് പോകാതിരുന്ന പിന്നെ മസിൽ അനങ്ങും? മസിൽ അനങ്ങത്തില്ല. ദ കണ്ടീഷൻ ഈസ് നോൺ ആസ് പാരാലിസിസ് ഓഫ് മസിൽ. ഓക്കെ, അപ്പോ മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സെൽസ് നമ്മളെ തന്നെ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ഇവിടെ സംഭവിക്കുന്നത് ഇമ്മ്യൂൺ സെൽസ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനെ നശിപ്പിക്കും. അതിന്റെ ഫലമായിട്ട് വരുന്ന പ്രശ്നം ബ്രെയിനിൽ നിന്ന് വരുന്ന മെസ്സേജ് മോട്ടോ ന്യൂറോണിൽ കൂടെ വന്നിട്ട് മസിൽസിലോട്ട് പോകാൻ പറ്റൂല. കാരണം ഇടയ്ക്കുള്ള ജംഗ്ഷൻ ബ്രേക്ക് ആയി പോയി, ഇടയ്ക്കുള്ള ജംഗ്ഷൻ നശിച്ചു പോയി. സോ മെസ്സേജ് എങ്ങോട്ട് വരത്തില്ല, മസിലിലോട്ട് വരില്ല. അപ്പൊ പിന്നെ മസിൽ അനങ്ങും? ഒരിക്കലും മസിൽ അനങ്ങൂല. മസിൽ അനങ്ങാത്ത ഈ കണ്ടീഷന്റെ പേരാണ് പാരാലിസിസ്. ഈ കണ്ടീഷനാണ് മയസ്തീനിയ ഗ്രാവിസ്. ഓക്കെ, അപ്പോ ഒന്നുകൂടി പറയുന്നു, മയസ്തീനിയ ഗ്രാവിസ് നോക്കട്ടെ. ഉണ്ട് 83. ഓക്കെ, അപ്പോ ഒന്നുകൂടെ പറയാം. മയസ്തീനിയ ഗ്രാവിസ് വളരെ പ്രധാനപ്പെട്ട ഡിസീസാണ്.
മയാസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അപ്പൊ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സെൽസ് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് നമ്മളെ തന്നെ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ഇവിടെ സംഭവിക്കുന്നത് ഇമ്മ്യൂൺ സെൽസ് നേരെ ചെന്ന് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനെ നശിപ്പിച്ചു കളയും. ന്യൂറോ മസ്കുലാർ ജംഗ്ഷനെ നശിപ്പിക്കും. അതിന്റെ ഫലമായി സംഭവിക്കുന്നത് ബ്രെയിനിൽ നിന്ന് വരുന്ന മെസ്സേജ് നേരെ മോട്ടോ ന്യൂറോണിൽ കൂടെ വരും, പക്ഷെ എങ്ങോട്ട് പോകത്തില്ല? മസിൽസിലോട്ട് പോകത്തില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഈ മസിൽ ഒരിക്കലും അനങ്ങത്തില്ല. ആ കണ്ടീഷനാണ് പാരാലിസിസ്. അങ്ങനെ മസിൽ വീക്കായി പോകും. മസിൽ അനങ്ങത്തില്ല. മസിൽ അനങ്ങാതിരുന്നാൽ പിന്നെ സ്വാഭാവികമായി സംഭവിക്കുന്നത് പാരാലിസിസ് ആണ്. ഓക്കെ, മസിൽ വീക്കായി വരും. ഈ കണ്ടീഷനാണ് മയസ്തീനിയ ഗ്രാവിസ്. ഇനി അടുത്തൊരു ഡിസീസ് ഉണ്ട്. അതിന്റെ പേര് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയും. മസ്കുലാർ ഡിസ്ട്രോഫി. ഇതിന്റെ പ്രത്യേകത, ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ജനറ്റിക്കലി വരുന്ന ഡിസീസ് ആണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഡിസ്ട്രോഫി, മസ്കുലാർ ഡിസ്ട്രോഫി, ഡിസ്ട്രക്ഷൻ ഓഫ് സ്കെലിറ്റൽ മസിൽ. നശിച്ചു പോകും. ഡിസ്ട്രക്ഷൻ ഓഫ് സ്കെലിറ്റൽ മസിൽ ഗ്രോത്ത് നടക്കുന്നതിന് പകരം അത് നശിച്ചു പോകുന്ന അവസ്ഥയാണ് മസ്കുലാർ ഡിസ്ട്രോഫി. ഇതൊരു ജനറ്റിക് ഡിസീസ് ആണ്. സാധാരണ ഇത് പാരമ്പര്യമായിട്ടൊക്കെ വരുന്ന ഡിസീസ് ആണ്. പക്ഷെ ചില കേസുകളിൽ അല്ലാതെയും നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻസ്, മാരകമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ബോഡിയിലോട്ടൊക്കെ മസിൽസിലോട്ടൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രോഫി വരാറുണ്ട്. അപ്പോൾ യൂഷ്വലി ഇത് വരുന്നത് ജനറ്റിക്കലി ഉള്ള ഒരു ഡിസീസ് ആണ്. എങ്കിൽ പോലും വളരെ മാരകമായിട്ടുള്ള ഇൻഫെക്ഷൻസ് മസിൽസിനെ ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മസിലിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കോമൺലി ഇതൊരു ജനറ്റിക് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. ജനറ്റിക് ആയിട്ട് മാത്രം വരുന്ന ഒരു ഡിസീസ് ആണ്. പക്ഷെ ഇങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോ അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. മസ്കുലാർ ഡിസ്ട്രോഫി, ഡിസ്ട്രാക്ഷൻ സംഭവിക്കും, നശിച്ചു പോകും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട ടെറ്റനി എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. നമുക്കറിയാം, മസിൽ കോൺട്രാക്ഷനും റിലാക്സേഷനും ഏറ്റവും പ്രധാനപ്പെട്ട റോള് കാൽഷ്യം അയോൺസിനാണ്. മസിൽ കോൺട്രാക്ഷനും റിലാക്സേഷനും ഏറ്റവും പ്രധാനപ്പെട്ട റോള് കാൽഷ്യം അയോൺസിനാണ്. ഈ കാൽഷ്യം അയോൺസ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാൽ ഈ മസിൽ കയറി കോച്ചി പിടിക്കും. ശരീര ബോഡിയിലുള്ള മസിൽസ് ഒക്കെ നമ്മൾ നടക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ മസിൽ ഇങ്ങനെ കയറി പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ പറയുന്ന പേരാണ് ടെറ്റനി എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡിന്റെ പ്ലാസ്മയില് നമ്മുടെ ബ്ലഡിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയും. മസിൽസിന് പ്രോപ്പർ ആയിട്ട് കോൺട്രാക്ഷനും റിലാക്സേഷൻ ഒന്നും പറ്റാതെ വരും. പിന്നെ ഇതിന്റെ പ്രത്യേകത ഒരു അബ്നോർമൽ ആയിട്ടുള്ള കോൺട്രാക്ഷൻ, റാപ്പിഡ് മസിൽ സ്പാസം എന്നാണ് പറഞ്ഞത്. റാപ്പിഡ് മസിൽ സ്പാസം ഓർ വൈൽഡ് മസിൽ കോൺട്രാക്ഷൻ. അങ്ങനെ ഒരു കോച്ചി പിടുത്തം പോലെയൊക്കെ വരും. നമ്മുടെ ബോഡിയിലുള്ള മസിൽസ് ഒക്കെ, സ്കെലിറ്റൽ മസിൽസ് ഒക്കെ ഒരു കോച്ചി പിടുത്തം പോലെയൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ പോലെ ഈ ടെറ്റനി എന്ന് പറയുന്നത്. ഇപ്പോ ഈ ചില ആൾക്കാർക്ക് മസിൽ ഇങ്ങനെ കാലിലും കയ്യിലും ഒക്കെ മസിൽ ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ കോച്ചി പിടിക്കുന്ന പോലെയൊക്കെ വരും. അങ്ങനെ ഡോക്ടേഴ്സിനെ കാണാൻ വരുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്ന ടെസ്റ്റാണ് വൈറ്റമിൻ D3 നോക്കാൻ പറയും. D3 ലെവൽ നോക്കാൻ പറയും. കാൽഷ്യം ലെവൽ, സെറം കാൽഷ്യം ലെവലൊക്കെ നോക്കാൻ പറയും. അപ്പോൾ കാൽഷ്യം ലെവൽ ബോഡിയിൽ കുറവാണെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ മസിൽ കയറി പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. ഇതാണ് ടെറ്റനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്ന സമയത്ത്
മസിൽസ് ഒക്കെ അബ്നോർമലി കോൺട്രാക്ട് ചെയ്യും. അതാണ് റാപ്പിഡ് സ്പാസം ഓഫ് മസിൽ ഓർ വൈൽഡ് കോൺട്രാക്ഷൻ ഓഫ് മസിൽ ആണ് നമ്മൾ ടെറ്റനി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കോച്ചി പിടിക്കുന്ന പോലത്തെ അവസ്ഥ. ഓക്കെ, ഇത്രയാണ് നമുക്ക് മസ്കുലാർ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ പൂർണ്ണമായിട്ട് നമ്മൾ മസ്കുലാർ സിസ്റ്റം കഴിഞ്ഞു. നമുക്ക് ഇനി പറയേണ്ടത് ഈ ചാപ്റ്ററിലെ പാർട്ട് 2 ആണ്, സ്കെലറ്റൽ സിസ്റ്റം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ടൈപ്സ് ഓഫ് മസിൽ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിനകത്ത് സ്ട്രക്ചർ ഓഫ് ആക്റ്റിൻ, സ്ട്രക്ചർ ഓഫ് മയോസിൻ, പിന്നെ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി, പിന്നെ മെഡിക്കൽ കണ്ടീഷൻ അസോസിയേറ്റഡ് വിത്ത് മസ്കുലാർ സിസ്റ്റം, മസിൽ ഫറ്റീഗ് പറഞ്ഞു, പിന്നെ മയസ്തീനിയ ഗ്രാവിസ് പറഞ്ഞു, മസ്കുലാർ ഡിസ്ട്രോഫി പറഞ്ഞു, പിന്നെ അടുത്ത നമ്മൾ ലാസ്റ്റ് ടെറ്റനി. ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഡിസീസസ് ആണ്. മിഥുൻ സാറേ, മിഥുൻ സാർ എന്തോ ആരാണ്ടോ ലാസ്റ്റ് പറഞ്ഞ ഡിസീസ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ ഡിസീസ് ടെറ്റനി എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ടെറ്റനി എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബോഡിയിൽ മസിൽ കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് കാൽഷ്യത്തിനാണ്. കാൽഷ്യം നമ്മുടെ ബോഡിയിൽ കറക്റ്റ് വാല്യൂവിൽ വേണം. അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഇത് കുറയുമ്പോൾ വരുന്ന പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞ ടെറ്റനി എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ മസിൽ കോൺട്രാക്ഷൻ അബ്നോർമൽ ആവും. അപ്പൊ പെട്ടെന്ന് മസിൽ ഭീകരമായിട്ട് അബ്നോർമലി കോൺട്രാക്ട് ചെയ്യും. അതാണ് റാപ്പിഡ് സ്പാസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ എന്നാണ്. റാപ്പിഡ് സ്പാസം ഓഫ് മസിൽ ഓർ വൈൽഡ് മസിൽ കോൺട്രാക്ഷൻ. പെട്ടെന്ന് കയറി മസിൽ ഇങ്ങനെ കോച്ചി പിടിക്കുന്ന അവസ്ഥ. നമ്മുടെ ബോഡിയിലൊക്കെ പല ഭാഗത്ത് മസിൽ ഇങ്ങനെ കയറി കോച്ചി പിടിക്കും. ആ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ചില പേഷ്യൻസ് ഇപ്പൊ ഡോക്ടറിനെ വന്ന് കണ്ടിട്ട് പറയും, ഡോക്ടറെ എനിക്ക് മസിൽ ഇങ്ങനെ കയറി ശക്തിയായിട്ട് പിടിക്കുകയാണ്, അവിടെ ഇവിടെ കയറി കോച്ചി പിടിക്കുകയാണ്, നടക്കുമ്പോഴും ഇങ്ങനെ തിരിയുമ്പോഴൊക്കെ മസിൽ കയറി ശക്തിയായിട്ട് പിടിക്കുകയാണെന്ന് പറയും. അതാണ് റാപ്പിഡ് സ്പാസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ എന്ന് പറയും. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കാൽഷ്യം ലെവൽ ചെക്ക് ചെയ്യാൻ എഴുതിവിടും. കാൽഷ്യം ലെവല് നോർമലിനേക്കാൾ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. മസിൽ പല ഭാഗത്തായിട്ട് കയറി കോച്ചി പിടിക്കുന്ന പോലെ തോന്നും. ഈ കണ്ടീഷനാണ് ടെറ്റനി. ഓക്കെ,
ശരി. സ്കെലിറ്റൽ സിസ്റ്റം. സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ബോൺസ് ആൻഡ് കാർട്ടിലേജസ്. സ്കെലിറ്റൽ സിസ്റ്റം ഇൻക്ലൂഡ്സ് ബോൺ ആൻഡ് കാർട്ടിലേജ്. നമ്മുടെ ബോൺസും കാർട്ടിലേജ് ആണ് നമ്മുടെ ബോഡിക്ക് സപ്പോർട്ട് തരുന്നത്. ഈ ബോൺസിനെയും കാർട്ടിലേജിനെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് സ്കെലിറ്റൽ സിസ്റ്റം. സ്കെലിറ്റൽ സിസ്റ്റം ഇൻക്ലൂഡ് ബോൺ ആൻഡ് കാർട്ടിലേജ്. ബോൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ നോൺ ആസ് ഓസ്റ്റിയോസൈറ്റ്. ബോണിൽ കാണുന്ന സെല്ലിന്റെ പേരാണ് ഓസ്റ്റിയോസൈറ്റ്. ബോൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓസ്റ്റിയോസൈറ്റ് ആൻഡ് കാർട്ടിലേജ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോൺഡ്രോസൈറ്റ്. ഇപ്പൊ കാർട്ടിലേജിൽ കാണുന്ന സെല്ലിന്റെ പേരാണ് കോൺഡ്രോസൈറ്റ്. ബോണിൽ കാണുന്ന സെല്ലിന്റെ പേരാണ് ഓസ്റ്റിയോസൈറ്റ്.
അടുത്ത നമ്മുടെ ബോഡിയിൽ കാണുന്ന സ്കൾ എല്ലാം കൂടെ ഒരു ഹ്യൂമൻ ബോൺസ് ഓൾമോസ്റ്റ് അറൌണ്ട് 206. ദ ഹോൾ ബോൺസിനെ ഹ്യൂമൻ ബോൺസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആക്സിയൽ സ്കെലിറ്റൻ, അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ. അപ്പോൾ ഹ്യൂമൻ ബോൺസ് 206 ബോൺസ് ഉണ്ട്. ഈ 206 ബോൺസിനെ ഹ്യൂമൻ ബോൺസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ആക്സിയൽ സ്കെലിറ്റനും രണ്ട് അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ. അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ജോയിന്റ്സുകളാണ്, എന്നുവെച്ചാൽ ചേർത്ത് ഒട്ടിച്ചിരിക്കുന്ന ഭാഗങ്ങൾ. ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ ഈ നേരെ വരുന്ന പോർഷൻസ്, ഈ നേരെ വരുന്ന പോർഷൻസ് നോക്കി നമുക്ക് ആക്സിയൽ, ഈ നേരെ വരുന്നത് സ്കള്, ഈ ഒരു ലൈൻ നമ്മുടെ ബോഡിയിൽ കൂടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്കള് കാണാൻ പറ്റും. അടുത്തത് പിന്നെ വെർട്ടിബ്രൽ കോളം, നമ്മുടെ മിഡിലിൽ കൂടെ വരുന്നതാണ് വെർട്ടിബ്രൽ കോളം. സ്റ്റേണം, ഈ ഫ്രണ്ടിൽ വരുന്ന സ്റ്റേണം. പിന്നെ റിബ്സ്, നമ്മുടെ ഈ ഭാഗത്തൊക്കെ വരുന്ന റിബ്സ്. അപ്പോ നമ്മുടെ ആക്സിയൽ സ്കെലിറ്റനിൽ എന്തൊക്കെയാണ് വരുന്നത്? സ്കള്, പിന്നെ ബാക്ക് സൈഡിൽ വരുന്ന വെർട്ടിബ്രൽ കോളം, പിന്നെ ഈ ബോൺ, അതിന്റെ പേരാണ് സ്റ്റേണം, പിന്നെ ഈ സൈഡിൽ കൂടെ കാണുന്ന ഇത് റിബ്സ്. ഇത്രയും കൂടെ ചേർന്നതാണ് ആക്സിയൽ സ്കെലിറ്റൻ. അപ്പൊ ആക്സിയൽ സ്കെലിറ്റൻ കൺസിസ്റ്റ് ഓഫ് സ്കള്, പിന്നെ ഈ ബാക്ക് സൈഡിൽ വെർട്ടിബ്രൽ കോളം, പിന്നെ സ്റ്റേണം, റിബ്സ്. ഇനി അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ. അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ ബോൺസ് ഓഫ് ഹാൻഡ്, രണ്ട് കൈയിലെ ബോൺസ്, പിന്നെ ബോൺസ് ഓഫ് ലെഗ്, രണ്ട് കാലിലെ ബോൺസ്, പിന്നെ പെക്ടറൽ ഗിർഡിൽ, പെൽവിക് ഗിർഡിൽ. പെക്ടറൽ ഗിർഡിൽ എന്ന് പറഞ്ഞാൽ തോളല്, ഈ രണ്ട് ഭാഗത്ത് വരുന്ന തോളല്. അത് പെൽവിക് ഗിർഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുപ്പല്ലാണ്. അപ്പൊ ഇത്രയാണ് അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ. നമ്മുടെ ഫുൾ ഹ്യൂമൻ ബോൺസിനെ നമുക്ക്, നമ്മുടെ ബോഡിയിൽ കാണുന്ന കംപ്ലീറ്റ് ബോൺസിനെ കൂടെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ആക്സിയൽ സ്കെലിറ്റൻ എന്നും അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്നും. ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മിഡ് ലൈനിൽ കൂടെ വരുന്ന പോർഷൻസ് ആണ്. അത് മിഡ് ലൈനിൽ കൂടെ വരുന്നത് ഒന്ന് പ്രധാനമായിട്ട് സ്കളാണ്, രണ്ടാമത് വെർട്ടിബ്രൽ കോളം, മൂന്ന് സ്റ്റേണം, നാലാമത് പിന്നെ റിബ്സ് ആണ്. ഇനി അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ. അപ്പൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ ബോൺസ് ഓഫ് ഹാൻഡ്, പിന്നെ ബോൺസ് ഓഫ് ലെഗ്, അതേപോലെ പെക്ടറൽ ഗിർഡിൽ, അതിന്റെ പെൽവിക് ഗിർഡിൽ, തോളലും ഇടുപ്പലും. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം ആക്സിയൽ സ്കെലിറ്റൻ.
ഓക്കെ, ഇതില് സ്കള്ളിന്റെ ഇത് ബോൺസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ശരിക്കും നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ പഠിക്കാനില്ല. അപ്പോ ചില കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഒറിജിനൽ ബോൺസ് നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചാലേ അത് മിക്കതും പറയാൻ പറ്റും. അപ്പോൾ തൽക്കാലം നിങ്ങൾ അതിന്റെ പേര് മാത്രം പഠിക്കുക. കാരണം ഒറിജിനൽ ബോൺസ് നിങ്ങൾക്ക് നിലവിൽ കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങളത് ഇനി ഭാവിയിൽ മെഡിസിൻ നീറ്റ് എഴുതിയെടുക്കുമ്പോൾ
നിങ്ങൾ ഫസ്റ്റ് ഇയർ മെഡിസിന് ജോയിൻ ചെയ്യുന്ന ടൈമിൽ അനാട്ടമി പഠിക്കും. ഹ്യൂമൻ അനാട്ടമി ബോഡി കയറി പഠിക്കുമ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ബോൺസിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് ഒറിജിനൽ സ്കെലിറ്റൻ വെച്ച് നിങ്ങൾക്ക് ഈ ബോൺസിനെ എല്ലാം പഠിക്കാൻ സാധിക്കും. അപ്പോൾ നിലവിൽ നിങ്ങളുടെ NCERT കൊടുത്തേക്കുന്ന ഫിഗറിലും ലിമിറ്റേഷൻ ഉണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഫിഗറിൽ കാണിക്കാൻ പറ്റില്ല, കാരണം അത്രയും വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുമില്ല. അപ്പോൾ ജസ്റ്റ് കുറെ ബോൺസിന്റെ പേര് മാത്രം കേട്ടിരിക്കുക, അത് ഓർത്തിരിക്കുക, ബോൺസിന്റെ നമ്പറുകളും ഓർത്തിരിക്കുക. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയണമെങ്കിൽ ഒറിജിനൽ സ്കള്ള് തന്നെ അല്ലെങ്കിൽ ഒറിജിനൽ സ്കെലിറ്റൺ തന്നെ നിങ്ങളെ കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോ എന്തായാലും നീറ്റ് എഴുതിയെടുത്ത് നിങ്ങൾ മെഡിസിന് പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഹ്യൂമൻ അനാട്ടമിയിൽ പഠിക്കാനുണ്ട്. അപ്പൊ തൽക്കാലം ഇത്രയും കേട്ടിരിക്കുക. അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ആക്സിയൽ സ്കെലിറ്റൻ ആണ്. ആക്സിയൽ സ്കെലിറ്റൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനകത്ത് സ്കള്ള് വരും, വെർട്ടിബ്രൽ കോളം വരും, സ്റ്റേണം വരും, റെക്സ് വരും എന്ന് പറഞ്ഞു. നമുക്ക് അതിനകത്ത് ആദ്യം പഠിക്കേണ്ടത് ആക്സിയൽ സ്കെലിറ്റൻ, ആദ്യം പഠിക്കേണ്ടത് സ്കള്ളാണ്. സ്കള്ള് മൊത്തം 29 ബോൺസ് ആണ്. സ്കള്ള് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം, ഇതാണ് സ്കള്ള്. സ്കള്ള് എന്ന് പറഞ്ഞാൽ ഇത്രയും വരും, മൊത്തം ഇത്രയാണ് സ്കള്ള്. ഇതാണ് ഫുള്ള്, ഈ ഫുള്ളാണ് സ്കള്ള്. ഈ ഫുള്ളാണ് ഈ സ്കള്ള് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് മാത്രമല്ല, ചിലര് ഇത് തെറ്റിദ്ധരിക്കും, ഇതല്ല സ്കള്ള്, ഇത് ഫുള്ളായിട്ടുള്ളതാണ് സ്കള്ള്. ഈ കംപ്ലീറ്റ് കാണുന്നതാണ് സ്കള്ള്. ഓക്കെ, സ്കള്ളിൽ പ്രധാനമായിട്ട് ഇത്രയും ബോൺസ്. ഒന്ന്, സ്കള്ള് ഇൻക്ലൂഡ് ക്രാനിയൽ ബോൺസ്, ഫേഷ്യൽ ബോൺസ്, മിഡിലിയർ ബോൺസ്, ദെൻ ഹയോയിഡ് ബോൺ. ഏതൊക്കെയാണ്? ഒന്ന് ക്രാനിയൽ ബോൺസ്, ഫേഷ്യൽ ബോൺസ്, മിഡിലിയർ ബോൺസ്, ഹയോയിഡ് ബോൺ. ഇതിൽ ക്രാനിയൽ ബോൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ഇവിടെ വരുന്നത്, നമ്മുടെ ഈ ഭാഗത്ത് വരുന്നതാണ് ക്രാനിയൽ ബോൺസ്. ഈ ഭാഗത്ത് വരുന്നതാണ് ക്രാനിയൽ ബോൺസ്. ഞാനിവിടെ ജസ്റ്റ് ഒരു ഫിഗറായി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഫ്രണ്ടിൽ വരുന്ന ഒന്നാമത്തെ പേര് ഫ്രോണ്ടൽ ബോൺ. ഫ്രോണ്ടൽ ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റി. ഈ നെറ്റിയാണ് ഫ്രോണ്ടൽ ബോൺ. ഈ നെറ്റിയാണ് ഫ്രോണ്ടൽ ബോൺ. ഒന്നേ ഉള്ളൂ, ഒറ്റ ബോൺ. രണ്ട്, പരൈറ്റൽ ബോൺ. പരൈറ്റൽ ബോൺ രണ്ടെണ്ണം ഉണ്ട്. അതായത് നമ്മുടെ ഈ ഭാഗം ഇവിടെ വരുന്ന ഏരിയ, ഇതാണ് പരൈറ്റൽ ബോൺ. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഒന്നല്ല രണ്ട് ബോൺ ഉണ്ട്. ഇതാണ് പരൈറ്റൽ ബോൺ. ഇനിയുള്ളത് ടെമ്പറൽ ബോൺ. ടെമ്പറൽ ബോൺ എന്ന് പറയുന്നത് ഈ സൈഡ്, ചെവിയുടെ ബോൺ ഈ ഭാഗത്ത് വരുന്ന ബോണാണ് ടെമ്പറൽ ബോൺ. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, അങ്ങനെ രണ്ടെണ്ണം. ഇനി ഓസിപിറ്റൽ ബോൺ എന്ന് പറയുന്നത് ബാക്ക് സൈഡ്, പുറന്തല ഇവിടെ വരുന്ന ബോൺ, അവിടെ അതും ഒരെണ്ണേ ഉള്ളൂ. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫ്രോണ്ടൽ ബോൺ ഒരെണ്ണം, ഓസിപിറ്റൽ ബോൺ ഒരെണ്ണം, പരൈറ്റൽ ബോൺ രണ്ടെണ്ണം, ടെമ്പറൽ ബോൺ രണ്ടെണ്ണം. ഇനിയുള്ളത് സ്ഫീനോയിഡ് ബോണും എത്തമോയിഡ് ബോണാണ്. അത് സ്കള്ളിന്റെ അകത്താണ് ഇരിക്കുന്നത്, അത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഫ്രോണ്ടൽ ബോണ്, ഇത് രണ്ടും പരൈറ്റൽ ബോണ്, ഇവിടെ രണ്ട് ടെമ്പറൽ ബോണ്, ബാക്ക് സൈഡിൽ ഓസിപിറ്റൽ ബോണ്. ഇനി രണ്ട് ബോണുണ്ട്. സ്ഫീനോയിഡ് ബോണ് ഒരെണ്ണേ ഉള്ളൂ, പിന്നെ എത്തമോയിഡ് ബോൺ. സ്ഫീനോയിഡ് ബോൺ എന്ന് പറയുന്നത് ഈ ബട്ടർഫ്ലൈയുടെ ഷേപ്പിലിരിക്കുന്ന ഒരു ബോണാണ്. അത് കാണിച്ചു തരാൻ നിർവാഹമില്ല. നമ്മുടെ തലയോട്ടിക്ക് അകത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ തൊട്ട് ഇങ്ങ് അറ്റം വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ബോണാണ്. ഒറ്റ ബോണാണ്. ഇവിടെ തൊട്ട് അകത്താണ്. ഇവിടെ തൊട്ട് ഇങ്ങ് അറ്റം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്ന വലിയൊരു ബോണാണ് ഈ സ്ഫീനോയിഡ് ബോൺ എന്ന് പറയുന്നത്. അപ്പൊ അത് പോട്ടെ. ഇനിയുള്ളത് എത്തമോയിഡ് ബോൺ. അതും നമ്മുടെ അകത്താണ്, സ്കള്ളിനകത്ത് വരുന്ന ഭാഗമാണ്. അതും കാണിക്കാൻ നിർവാഹമില്ല. ഇനിയുള്ളത് ഫേഷ്യൽ ബോൺസ് എന്നാണ്. ഫേഷ്യൽ ബോൺസ്, അപ്പം ക്രാനിയൽ ബോൺസ് 8 ബോൺസ് ഉണ്ട്. ഇനി ഫേഷ്യൽ ബോൺസ് 14 ബോൺസ് ഉണ്ട്. 14 ഫേഷ്യൽ ബോൺസ് ഉണ്ട്. അതിലെ ഓരോന്നിന്റെ പേര്, ഫസ്റ്റത്തെ പേര് നെയ്സൽ ബോൺ ആണ്. നെയ്സൽ ബോൺ ഇവിടെ വരുന്ന രണ്ട് നെയ്സൽ ബോൺ. രണ്ടാമത്തെ ലാക്രിമൽ ബോൺ, അതും കുറച്ചുകൂടെ മുകളിലോട്ട് വരുന്ന ബോണാണ് ലാക്രിമൽ ബോൺ. അതും രണ്ടെണ്ണം ഉണ്ട്. ഇനിയുള്ളത് ഇൻഫീരിയർ നെയ്സൽ കോൺഗേ. അതിന്റെ പേര് ഇൻഫീരിയർ നെയ്സൽ കോൺഗേ. അത് മൂക്കിനകത്ത് വരുന്ന കാണിക്കാൻ പറ്റുന്നില്ല. അത് രണ്ടെണ്ണം ഉണ്ട്. ഇനിയുള്ളത് മാക്സില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് മാക്സില്ല. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. നമ്മൾ അപ്പർ ജോ എന്ന് പറയും മാക്സില്ല. ഇനിയുള്ളത് മാൻഡിബിൾ എന്ന് പറയുന്നത് ഇതാണ് കീഴ്ത്താടി. ഇതാണ് ഈ കീഴ്ത്താടി, ഒറ്റ ബോണാണ്, അതാണ് മാൻഡിബിൾ. ഇനിയുള്ളത് പാലറ്റൈൻ ബോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാക്ക് കൊണ്ട് മുകളിൽ തൊട്ടാൽ മതി.
നാക്കുകൊണ്ട് മുകളിൽ തൊടുമ്പോ ആ തൊടുന്നില്ലേ, ആ തൊടുന്നതാണ് പാലറ്റൈൻ ബോൺ, രണ്ടെണ്ണം. ഇനിയുള്ളത് സൈഗോമാറ്റിക് ബോൺ. സൈഗോമാറ്റിക് ബോൺ ഇതാണ്, ഈ ഭാഗത്ത് വരുന്ന ബോണാണ്. ഇവിടെ നിന്ന് ചെവിയിലോട്ട് ഇങ്ങനെ ഇത് മാക്സ് ഇല്ല, ഇത് മാക്സ് ഇല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ബോണാണ് സൈഗോമാറ്റിക് ബോൺ എന്ന് പറയും. ഇനിയുള്ളത് ഒമർ ബോൺ, അത് അകത്തിരിക്കുന്ന ബോണാണ്, കാണിക്കാൻ പറ്റുന്നത്. അപ്പോ ഇത്രയാണ് ഫേഷ്യൽ ബോൺ. ഫേഷ്യൽ ബോൺ 14 ബോൺസ് ഉണ്ട്. അതിന്റെ പേര് നെയ്സൽ ബോൺ, ലാക്രിമൽ ബോൺ, ഇൻഫീരിയർ നെയ്സൽ കോൺകേവ്, മാക്സില്ല, മാൻഡിബിൾ, പാലറ്റൈൻ ബോൺ, സൈഗോമാറ്റിക് ബോൺ, ഒമർ ബോൺ. അപ്പൊ നിങ്ങൾ ഞാനാണ് പറഞ്ഞത്, മിക്കത് കാണിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ മെഡിസിന് പോകുന്ന സമയത്ത് നിങ്ങൾ ഡെഡ് ബോഡി കടാവർ കീറി നിങ്ങൾ അതിനകത്ത് നിന്ന് ബോൺസ് എടുത്ത് ഇതെല്ലാം നിങ്ങൾ എടുത്ത് പഠിക്കും. 1 by എല്ലാ കംപ്ലീറ്റ് ബോൺസ് 1 by ബോൺ നിങ്ങളുടെ കയ്യിലെടുത്ത് തരും. അത് വെച്ചാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ അതെല്ലാം നിൽക്കും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മിക്കതും നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കത്തില്ല, പേര് പോലും നിൽക്കണമെന്നില്ല. പക്ഷെ നിങ്ങളത് മാക്സിമം എഴുതി പഠിച്ച് ഓർത്ത് വെക്കാൻ നോക്കുക. ഇത് എക്സാമിന് അങ്ങനെ വലുതായിട്ടൊന്നും ചോദിക്കത്തില്ല. നീറ്റിന് പോലും അപൂർവമായിട്ട് ഇതിനകത്ത് നിന്നൊക്കെ കുറച്ച് ഡെപ്തിൽ ചോദിക്കത്തുള്ളൂ. കാരണം ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാലും മനസ്സിലാവില്ല. അത് ഡെഡ് ബോഡി കീറി അതിനകത്തുള്ള ബോൺസ് എടുത്ത് പഠിച്ചാൽ മാത്രമേ അതിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. ഇനിയുള്ളത് മിഡിലിയർ ബോൺ ആണ്. മിഡിലിയർ ബോൺ എന്ന് പറയുന്നത് മാലിയസ് ഇന്റർസ്റ്റേപ്പിസ്, 2 സ്ഥലത്ത്. ഇപ്പം മാലിയസ് ഇന്റർസ്റ്റേപ്പിസ് ഓരോന്ന് വെച്ച് 1, 2, 3 മാലിയസ് ഇന്റർസ്റ്റേപ്പിസ് ഇവിടെ ഓരോന്ന് വെച്ച് ഇപ്പുറത്തും, അങ്ങനെ മൊത്തം 3, 3, 6. ഇനിയുള്ളത് ഹയോയിഡ് ബോൺ. ഹയോയിഡ് ബോൺ ഒരൊറ്റ ബോണാണ്. അപ്പൊ അതിന്റെ ഒരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഈ ബോണാണ് കഴുത്തിന്റെ താഴെ വരുന്ന, ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ കാണുന്ന ബോണാണ് ഹയോയിഡ് ബോൺ. കണ്ടോ, കഴുത്തിന്റെ മറ്റേ ഈ പോകുന്ന വെർട്ടിബ്രൽ കോളമാണ്. അതിന്റെ ഫ്രണ്ടിൽ ഒറ്റ ബോൺ, യു ഷേപ്പിൽ കാണുന്ന ബോൺ. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അത് യു ഷേപ്പിൽ കാണുന്ന ബോണാണ്. യു ഷേപ്പിൽ കാണുന്ന ബോണാണ്. കണ്ടോ, നമ്മുടെ ഈ കാണുന്നത് മാൻഡിബിൾ ആണ്. ഈ കാണുന്നത് മാൻഡിബിൾ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. കണ്ടോ, അതിന്റെ താഴെ കഴുത്തിന്റെ സൈഡിൽ കാണുന്ന യു ഷേപ്പിലുള്ള ബോണാണ് ഹയോയിഡ് ബോൺ. യു ഷേപ്പിലുള്ള ബോണാണ് ഹയോയിഡ് ബോൺ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഫീനോയിഡ് ബോണാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള ബോണ്. ഇത് തലയോട്ടിക്കകത്താണ് ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഒരു ബോണാണ് സ്ഫീനോയിഡ് ബോൺ. അത് അകത്തെ കാണാൻ പറ്റും, പുറത്ത് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ തലയോട്ടിയുടെ അകത്ത് വരുന്ന ഭാഗം. ഇതാണ് തലയോട്ടിയുടെ അകത്ത് വരുന്ന ഭാഗം. ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തലയോട്ടിക്കകത്ത് വരുന്ന സ്ഫീനോയിഡ് ബോൺ. ഇതാണ് തലയോട്ടി. ഇതിനകത്താണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത് കേട്ടോ. ഇതാണ് തലയോട്ടിയുടെ ബേസ് എന്ന് പറയുന്നത്. സ്കള്ളിന്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്താണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. ഇതിനകത്താണ് ബ്രെയിൻ ഇരിക്കുന്നത്. ഈ കാണുന്നില്ലേ, ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ കാണുന്ന ബോണാണ് സ്ഫീനോയിഡ് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ.
കണ്ടോ ഈ ബോണ് ഇതാണ് സൈഗോമാറ്റിക് ബോൺ കേട്ടോ. ഈ കാണുന്ന ബോണാണ് സൈഗോമാറ്റിക് ബോൺ. സൈഗോമാറ്റിക് ബോണ് ഈ കാണുന്ന ബോണാണ്. ഇത് മാക്സില്ല, ഇതാണ് മാക്സില്ല. ഈ കാണുന്ന ബോണാണ് സൈഗോമാറ്റിക് ബോണ്. പിന്നെ ഉണ്ടോ ഇതാണ് അതിന്റെ ഉണ്ടോ, ഇതാണ് ഫ്രോണ്ടൽ ബോൺ കേട്ടോ, നമ്മുടെ നെറ്റി ഫ്രോണ്ടൽ ബോണ് ഉണ്ടോ. ഇതിനകത്താണ് നമ്മുടെ കണ്ണുകൾ ഇരിക്കുന്നത് കേട്ടോ. ഈ രണ്ട് കുഴിക്കകത്താണ് കണ്ണിരിക്കുന്നത്. ഇത് നൈസൽ ബോണാണ്. ഇതാണ് നമ്മുടെ കവിള് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ഈ ഭാഗം. ഇതാണ് മാക്സില്ല. ഈ കാണുന്നതാണ് മാക്സില്ല. താഴെ കാണുന്നതാണ് മാൻഡിബിൾ. ഉണ്ടോ മാക്സില്ല, ഇതാണ് മാക്സില്ല. ഓക്കെ, അപ്പൊ ഇത് നെയ്സൽ ബോൺ ആണ് കേട്ടോ. ഇതാണ് നെയ്സൽ ബോണ്. ഉണ്ട് നെയ്സൽ ബോണ്. ഓക്കെ, ഇതാണ് തലയുടെ ബാക്ക് സൈഡ് ഓസിപിറ്റൽ ബോൺ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും ഭാഗമാണ് ഓസിപിറ്റൽ ബോൺ. തലയുടെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇതാണ് ഓസിപിറ്റൽ ബോൺ. ഓക്കെ, അപ്പോ ബാക്കി നമുക്ക് ഈവനിങ് പഠിക്കാം. അപ്പൊ നമ്മളിപ്പോ സ്കള്ളിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ സ്കള്ള് ടോട്ടൽ 29 ബോൺസ് ആണ്. ക്രാനിയൽ ബോൺ, ഫേഷ്യൽ ബോൺ, മിഡിൽ ഇയർ ബോൺ, ഹയോയിഡ് ബോൺ. അപ്പൊ നിങ്ങൾ ഇത് എഴുതിയെടുക്കണം. പിന്നെ ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ശരിക്കും ഈ ബോണ് എന്താണ്, എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് അത് പറയണമെങ്കിൽ ഒറിജിനൽ സ്കള്ള് അല്ലെങ്കിൽ ഒറിജിനൽ സ്കെലിറ്റൻ കൊണ്ടുവന്ന് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റൂ. ശരിക്കും ലൈവായിട്ട് നേരിട്ട് കണ്ടാൽ മാത്രമേ അത് നമ്മുടെ മെമ്മറിയിലോട്ട് വീഴത്തുള്ളൂ. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നിലവിൽ പഠിക്കാനില്ല. നിങ്ങളത് മെഡിസിന് പോവുകയാണെങ്കിൽ വളരെ വിശദമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഇയർ അനാട്ടമിയിൽ തന്നെ ഹ്യൂമൻ ബോഡി തിയറി, അതിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ബോൺസും എല്ലാം വിശദമായിട്ട് പഠിക്കും. നമുക്ക് അതിനകത്ത് ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞൊരു പേപ്പർ തന്നെയാണ്. ഓസ്റ്റിയോളജി, അതിനകത്ത് നമ്മൾ വെറും ബോൺസിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. ഓസ്റ്റിയോളജി കംപ്ലീറ്റ് ബോൺസിനെ കുറിച്ച് അതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പം ബാക്കി വൈകുന്നേരമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി സ്കള്ളാണ് പറഞ്ഞത്. ഇനി നമുക്ക് വെർട്ടിബ്രൽ കോളം പറയാനുണ്ട്, സ്റ്റേണം പറയാനുണ്ട്, അതേപോലെ റിബ്സ് പറയാനുണ്ട്. ഇത്രയും പറയുമ്പോഴത്തേക്കും ആക്സിയൽ സ്കെലിറ്റൻ കഴിയും. പിന്നെ നമ്മൾ നേരെ അപ്പൻഡിക്കുലർ സ്കെലിറ്റനിലോട്ട് പോകും. ശരി, ഓക്കെ.